And although it's not in her. ഹായ് എവരി വൺ, വെൽക്കം ടു സ്റ്റാർഡിസ്റ്റ് അക്കാഡമി. ഞാൻ റോഷ്ന. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ വരുന്ന പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണെന്ന് വെച്ചാൽ അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ടേംസ് പഠിക്കാം. ബിസിനസ് ട്രാൻസാക്ഷൻ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും അല്ലേ? ബിസിനസ് ട്രാൻസാക്ഷൻ, മോണിറ്ററി ട്രാൻസാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ബിസിനസ് ട്രാൻസാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബിസിനസ് ട്രാൻസാക്ഷൻ ഈസ് എ ഡീലിംഗ് ഓർ എൻ ഇവൻറ്റ് വിച്ച് ഹാസ് എൻ ഇമ്പാക്റ്റ് ഓൺ ദ ബിസിനസ്. ഒരു ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഡീലിങ്ങിനെയോ അല്ലെങ്കിൽ ഒരു ഇവൻറ്റിനെയോ നമുക്ക് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. എ ട്രാൻസാക്ഷൻ റിസൾട്ട്സ് ഇൻ എൻ എക്സ്ചേഞ്ച് ഓഫ് വാല്യൂ. അവിടെ ഒരു വാല്യൂ എക്സ്ചേഞ്ച് ആവുന്നുണ്ട്. അത് നെസസറിലി നമ്മൾ പറയുന്ന പോലെ ക്യാഷ് ആവണമെന്നില്ല ആ എക്സ്ചേഞ്ച് ആവുന്നത്. ഇറ്റ് മേ ബി എൻ ഇന്റേണൽ ട്രാൻസാക്ഷൻ ഓർ എൻ എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ. എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ ഉണ്ട്, ഇന്റേണൽ ട്രാൻസാക്ഷൻ ഉണ്ട്. ഇതിൽ എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ ഇൻവോൾവ്സ് ട്രാൻസ്ഫർ ഓഫ് സംതിങ് ഓഫ് മണി വാല്യൂ ബിറ്റ്വീൻ ടു ഓർ മോർ എൻറ്റിറ്റീസ്. രണ്ട് എൻറ്റിറ്റീസ് തമ്മിൽ, അത് പേഴ്സൺസ് തന്നെ ആവണമെന്നില്ല, ബിസിനസ് ആവാം. അപ്പോൾ രണ്ട് എൻറ്റിറ്റീസ് തമ്മിലുള്ള ട്രാൻസ്ഫർ, രണ്ട് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് തമ്മിലുള്ള ട്രാൻസ്ഫർ ആണ് നമ്മൾ എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. മണി വാല്യൂ ആണ് എന്ന് വെച്ചാൽ മണി ആവണമെന്നില്ല, ക്യാഷ് ആവണമെന്നില്ല, പക്ഷെ മണി വാല്യൂ ഉള്ള സംതിങ് ട്രാൻസ്ഫർ ആവണം. ആൻ ഇന്റേണൽ ഇവന്റ് ഇസ് ആൻ ഇക്കണോമിക് ട്രാൻസാക്ഷൻ ദാറ്റ് ഒക്കർ എൻറ്റയർലി വിത്തിൻ വൺ എൻ്റർപ്രൈസ്. ഒരു എൻ്റർപ്രൈസിൻ്റെ അകത്ത് തന്നെ നടക്കുന്ന ഇക്കണോമിക് ട്രാൻസാക്ഷനെ നമുക്ക് ഇന്റേണൽ ഇവന്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മെറ്റീരിയൽസ് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ബ്രാഞ്ചിൽ നിന്ന് വേറൊരു ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇന്റേണൽ ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഇനി ട്രാൻസാക്ഷൻ മേ ബി ക്യാഷ് ട്രാൻസാക്ഷൻ, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഓർ ബാർട്ടർ ട്രാൻസാക്ഷൻ. ശരിക്കും പറഞ്ഞാൽ 3 ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് വരും. ഒന്ന് ക്യാഷ്, ക്രെഡിറ്റ് അല്ലെങ്കിൽ ബാർട്ടർ ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷൻ ഇൻവോൾവിംഗ് ഇമ്മീഡിയറ്റ് റെസീറ്റ് ഓർ പേയ്മെന്റ് ഓഫ് മണി ആർ കോൾഡ് ക്യാഷ് ട്രാൻസാക്ഷൻ. ഇപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ ആവണമെങ്കിൽ അതിൽ നമുക്ക് ആദ്യം തന്നെ ഇമ്മീഡിയറ്റ്ലി ക്യാഷ് പേയ്മെന്റ് നടക്കണം, അല്ലെ ക്യാഷ് റെസീറ്റ് നടക്കണം. ഇഫ് പേയ്മെന്റ് ഫോർ എ ട്രാൻസാക്ഷൻ ഈസ് പോസ്റ്റ്പോൺ ടു ഫ്യൂച്ചർ ഇറ്റ് ഈസ് കോൾഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെന്റ് ഇല്ല എന്നല്ല, പേയ്മെന്റ് ഓൺ ദ സ്പോട്ട് കൊടുക്കുന്നില്ല. നമ്മൾ ആ മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സർവീസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ ക്യാഷ് കൊടുക്കുന്നില്ല, പകരം ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ തരാമെന്ന് പറയുകയാണെങ്കിൽ അതിന് നമുക്ക് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. If goods or service is exchanged for another goods or service, it is called barter transaction. നമ്മൾ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ബാർട്ടർ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാലോ അല്ലെ? അന്നും പൈസ ഒന്നുമില്ല, അപ്പോൾ കറൻസീസ് ഒന്നും ഇല്ലാത്ത സമയത്ത് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഒരു സാധനത്തിന് പകരം ഒരു സാധനം ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ബാർട്ടർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടേംസ് ആണ് ക്യാപിറ്റലും ഡ്രോയിങ്സും. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ ഓണേഴ്സ് ഇൻ ദ ബിസിനസ്. ബിസിനസ്സിനകത്തേക്ക് ബിസിനസ്മാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനാണ്, ആ പേയ്മെന്റിനാണ്, ആ ഇൻവെസ്റ്റ്മെന്റിനാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ബിസിനസ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും, ബിസിനസ്മാൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ബിസിനസ്മാൻ ബിസിനസ്സിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അതൊരു എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഇന്റേണൽ ട്രാൻസാക്ഷൻ അല്ല. രണ്ടും രണ്ട് ഡിഫറെൻറ്റ് ആൾക്കാരായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. എന്നിട്ട് എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻ ആണ് ഇൻവെസ്റ്റ്മെന്റ് മെയ്ഡ് ബൈ ദ ഓണർ ഇൻ ദ ബിസിനസ്. ഇറ്റ് ഈസ് ജനറലി ടേംഡ് ആസ് ഓണേഴ്സ് ഇക്വിറ്റി ഓർ നെറ്റ്വർത്ത്. ഇത് നമ്മൾ ഓണേഴ്സ് ഇക്വിറ്റി എന്നും നെറ്റ്വർത്ത് എന്നൊക്കെ പറയും. ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എമൗണ്ട് ഓഫ് ടോട്ടൽ അസെറ്റ്സ് ആൻഡ് ടോട്ടൽ ലയബിലിറ്റീസ് ഡ്യൂ ടു തേർഡ് പാർട്ടീസ്. ഇപ്പം നമ്മൾ ഒരു ബിസിനസ്സിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഉണ്ട് അല്ലേ, ബിസിനസ്മാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഉണ്ട്. അതുകൂടാതെ നമ്മൾ എന്ത് ചെയ്യും, പുറത്തുനിന്ന് കുറേ ക്യാഷൊക്കെ നമ്മൾ ലോണൊക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ എമൗണ്ട് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ അവിടെ അസറ്റ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അസറ്റ്സ് പർച്ചേസ് ചെയ്ത എമൗണ്ട്, അതിൽ നിന്ന് നമ്മൾ പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എന്ന് വെച്ചാൽ പുറത്തുനിന്ന് എടുത്ത ലോണ്, അതുപോലെ ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി കംപ്ലീറ്റ് അപ്പം ക്യാപിറ്റൽ ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. എക്സ്റ്റേണൽ ലാബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആൾക്കാർക്ക് കൊടുക്കാനുള്ള ലാബിലിറ്റീസ്. അപ്പോൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ക്യാപിറ്റൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. Next, drawings. Withdrawal of goods or cash from the business by the owner for personal use is called drawings. അപ്പോൾ നമ്മുടെ
ബിസിനസ്മാൻ ബിസിനസ്സിനകത്തുനിന്ന് എടുത്തു കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അത് ക്യാഷ് ആയിട്ട് കൊണ്ടുപോകാം, അതുപോലെ ഗുഡ്സ് ആയിട്ട് കൊണ്ടുപോകാം. അവിടുത്തെ ഗുഡ്സ് നമുക്ക് അപ്പോൾ പാർട്ട്ണറോ അല്ലെങ്കിൽ ആരാണ് അതിൻ്റെ ബിസിനസ്മാൻ അവർക്ക് അത് എടുത്തു കൊണ്ടുപോകാം. അപ്പം അങ്ങനെ വിഡ്രോ ചെയ്യുന്ന ഗുഡ്സിനും അതുപോലെ ക്യാഷിനുമാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ലാബിലിറ്റീസ്. ലാബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ലാബിലിറ്റീസ് ആർ ദ ഒബ്ലിഗേഷൻസ് ഓർ ഡെബ്റ്റ്സ് പേയബിൾ ബൈ ദ എന്റർപ്രൈസ് ഇൻ ഫ്യൂച്ചർ ഇൻ ദ ഫോം ഓഫ് മണി ഓർ ഗുഡ്സ്. ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ആ എന്റർപ്രൈസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഒരാൾക്ക് കൊടുക്കാനുള്ള പൈസ ആണ് നമ്മൾ ഒബ്ലിഗേഷൻസിനാണ് നമ്മൾ ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രൊപ്രൈറ്റേഴ്സ് ഓർ ക്രെഡിറ്റേഴ്സ് ക്ലെയിം അഗേൻസ്റ്റ് അസറ്റ്സ് ഓഫ് ദ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്തൊരാൾക്ക് കൊടുക്കാണ്ടെന്ന് പറയുമ്പം അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കാനുണ്ടെന്ന് പറയുമ്പം അത് ബിസിനസ്സിൻ്റെ ഓണർ തന്നെ ആവാം, പ്രൊപ്രൈറ്റർ തന്നെ ആവാം, ബിസിനസ്മാൻ തന്നെ ആവാം. ബിസിനസ് വേറെ ആയിട്ട് നമ്മൾ ബിസിനസ്മാൻ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ബിസിനസ്മാന് കൊടുക്കാനുള്ള പൈസ ആവാം, അല്ലെങ്കിൽ പുറമേയുള്ള വേറൊരാൾക്ക് വേറൊരു ക്രെഡിറ്റർക്ക് കൊടുക്കാനുള്ള പൈസ ആവാം. That means liabilities denote the amount which a business owes to others. ഒരു ബിസിനസ് വേറൊരാൾക്ക് കൊടുക്കാനുള്ള എമൗണ്ടിനാണ് നമ്മൾ സിംപ്ലി ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഷോർട്ട് ടേം ലാബിലിറ്റീസ് ഉണ്ട്. These are the liabilities which become due and payable within a short period extending up to a period of 1 year. ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട പേയ്മെന്റിന് ലാബിലിറ്റീസിനെയാണ് നമ്മൾ ഷോർട്ട് ടേം ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ക്രെഡിറ്റേഴ്സ് ഫോർ ഗുഡ്സ് പർച്ചേസ്ഡ്, നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് അതിന് പൈസ കൊടുത്തില്ല, ഫ്യൂച്ചറിൽ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്, അതിനാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്രെഡിറ്റേഴ്സിൻ്റെ പേയ്മെൻറ്റ്, പിന്നെ ബിൽസ് പേയബിൾ, ബില്ല് ഇഷ്യൂ ചെയ്തിട്ട് അതിൻ്റെ മേലുള്ള പേയ്മെൻറ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഏതെങ്കിലും എക്സ്പെൻസിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ലേറ്റായി കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മളെ കറണ്ട് ലാബിലിറ്റീസ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ലാബിലിറ്റീസിൻ്റെ എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ലോങ് ടേം ലാബിലിറ്റീസ്. ലോങ് ടേം ലാബിലിറ്റീസ് ആർ പേയബിൾ ആഫ്റ്റർ എ പീരീഡ് ഓഫ് 1 year. അപ്പോൾ ഒരു വർഷം വരെയുള്ള പേയ്മെൻറ്റ് നമ്മൾ ഷോർട്ട് ടേം എന്ന് പറയും, ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ അതിന് ലോങ് ടേം ലാബിലിറ്റി എന്ന് പറയും. എക്സാമ്പിൾസ് ആ മോർഗേജ് ലോൺ. മോർഗേജ് ലോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പണയം വെച്ചിട്ട് അതിൻ്റെ മേലെ ലോൺ എടുക്കുകയാണ്. അപ്പോൾ അത് ലോങ് പീരീഡിലേക്കത്തെ ലോൺ ആയിരിക്കും. അപ്പോൾ അത് ലോങ് ടേം ലാബിലിറ്റി ആണ്. ഡിബഞ്ചറൊക്കെ നോർമലി ഇഷ്യൂ ചെയ്യുന്നത് മോർ ദാൻ 1 ഇയറിനാണ്. അപ്പോൾ 1 ഇയറിന് ശേഷമുള്ള പേയ്മെൻ്റ് ആയിട്ടാണ് ഡിബഞ്ചറൊക്കെ വരുന്നത്. നെക്സ്റ്റ് കണ്ടിൻജന്റ് ലാബിലിറ്റീസ്. മൂന്നാമതൊരു തരം ശരിക്കും നോർമലി നമ്മൾ ലാബിലിറ്റീസിന് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം എന്ന് പറഞ്ഞിട്ടാണ് ഡിവൈഡ് ചെയ്യുക. ഈ മൂന്നാമത്തെ കണ്ടിൻജന്റ് ലാബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A contingent liability is one which is not an actual liability. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിൻജന്റ് ലാബിലിറ്റി ഒരു ലാബിലിറ്റി ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് which will become an actual one on the happening of some event which is uncertain. അപ്പം നമ്മൾ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ലാബിലിറ്റി വരാം. അത് ഫ്യൂച്ചറിൽ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ, അപ്പം അതുവരെ അതൊരു ലാബിലിറ്റി അല്ല. പക്ഷെ അങ്ങനെ ഒരു ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു ഇവന്റ് നടക്കുവാണെങ്കിൽ, നടക്കുമോ ഇല്ലയോ നമുക്ക് ഉറപ്പില്ല, അങ്ങനെ നടക്കുവാണെങ്കിൽ അത് ലാബിലിറ്റി ആയിട്ട് മാറാം. ഇപ്പോൾ കണ്ടിൻജന്റ് ലാബിലിറ്റി എന്ന് പറഞ്ഞാൽ വിച്ച് മേ ഓർ മേ നോട്ട് ഹാപ്പൺ ഇൻ ഫ്യൂച്ചറിൽ അത് ലാബിലിറ്റി ആയിട്ട് വരാം അല്ലെങ്കിൽ വരാതിരിക്കാം. കണ്ടിൻജന്റ് ലാബിലിറ്റീസ് ഹാവ് 2 ക്യാരക്ടറിസ്റ്റിക്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് 2 കാര്യങ്ങൾ നോക്കണം കണ്ടിൻജന്റ് ലാബിലിറ്റി നോക്കുമ്പം. ഒന്ന്, അൺസെർട്ടനിറ്റി ആസ് ടു വെദർ ഇറ്റ് വിൽ ബി പേയബിൾ അറ്റ് ഓൾ. കൊടുക്കേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ആ ലാബിലിറ്റി വരുമോ എന്നുള്ള കാര്യം തന്നെ അൺസെർട്ടൻ ആണ്. രണ്ടാമത്തെ, അൺസെർട്ടനിറ്റി അബൌട്ട് ദ എമൗണ്ട് ഇൻവോൾവ്. എത്ര പൈസ വരും എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ഇപ്പം 2 കാര്യങ്ങളും അൺസെർട്ടൻ ആണ്. ഫ്യൂച്ചറിൽ ചിലപ്പോൾ നമുക്ക് വരാം അല്ലെങ്കിൽ വരാതിരിക്കാം. എക്സാമ്പിൾസ് ഓഫ് കണ്ടിൻജന്റ് ലാബിലിറ്റീസ് ആർ ക്ലെയിംസ് അഗൈൻസ്റ്റ് വിച്ച് ബിസിനസ് നോട്ട് അക്നോളജസ് ഡെപ്റ്റ്. ഇപ്പം ഒരു ബിസിനസ്സിൻ്റെ പേരിൽ ഒരാൾ എന്തെങ്കിലും ഒരു കേസ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ കേസ് ജയിക്കുക എന്നുള്ള ഇവന്റ് നടക്കുവാണെങ്കിൽ, ആ പേഴ്സൺ ജയിക്കുവാണെങ്കിൽ നമുക്ക് ലാബിലിറ്റി വരും അല്ലേ. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് അങ്ങനെ ക്ലെയിംസ് എഗെയിൻസ്റ്റ് ബിസിനസ്സിൻ്റെ മേലെ ഒരു ക്ലെയിം ഒരാൾ വെച്ചിട്ടുണ്ട് എന്തെങ്കിലും. നെക്സ്റ്റ്, ലാബിലിറ്റി ഫോർ പാർട്ട്ലി പെയ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പാർട്ട്ലി പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, അപ്പോൾ അത് ചിലപ്പം നമുക്ക് ലാബിലിറ്റി ആയിട്ട് വരാം. നെക്സ്റ്റ്, ബിൽസ് ഡിസ്കൗണ്ടഡ് നോട്ട് മെച്യൂർഡ്. ബിൽസ് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്, അത് മെച്യൂർ ആയിട്ടില്ല, അപ്പോൾ അത് ചില സമയത്ത് നമുക്ക് അതിന് നോൺ പേയ്മെൻറ്റ് വരാം, അപ്പോൾ ലാബിലിറ്റി ആയിട്ട് വരാം. കണ്ടിൻജന്റ് ലാബിലിറ്റി ഈസ് യൂഷ്വലി ഷോൺ ഓൺ ദ ഫേസ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. യൂഷ്വലി ഷോൺ ഓൺ ദ ഫേസ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ബൈ വേ ഓഫ് ഫുട് നോട്ട്. ഫുട് നോട്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഇത് കാണിക്കുന്നത്. ഫുട് നോട്ട് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിന് താഴെ നോട്ടായിട്ട് എഴുതി വെക്കുന്നതാണ് ഫുട് നോട്ട് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമുക്ക് കണ്ടിൻജന്റ് ലാബിലിറ്റി കാണിക്കാൻ പറ്റുള്ളൂ. ബിസിനസ്സിന് അത് സെർട്ടൻ ആയ ഒരു എമൗണ്ട് ആണെങ്കിലും അതുപോലെ ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ബാലൻസ് ഷീറ്റിൽ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളത് ഫുട് നോട്ട് ആയിട്ട് കാണിക്കും. ഇറ്റ് നീഡ് നോട്ട് ബി ഷോൺ
ആസ് എ ലാബിലിറ്റി ഇൻ ദ എമൗണ്ട് കോളം, എമൗണ്ട് ആയിട്ട് നമുക്ക് എമൗണ്ട് കോളത്തിൽ അത് ലാബിലിറ്റി ആയിട്ട് കാണിക്കാൻ പറ്റില്ല, എന്നുവെച്ചാൽ ഫ്യൂച്ചറിൽ വരാതിരിക്കാം. അപ്പോൾ അത് വരുവാണെങ്കിൽ മാത്രം നമ്മളത് ആക്ച്വൽ ലാബിലിറ്റി ആയിട്ട് കാണിക്കും. കണ്ടിജന്റ് ലാബിലിറ്റി ആയിട്ട് ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ ബാലൻസ് ഷീറ്റിന് പുറത്ത്, ബാലൻസ് ഷീറ്റിന് താഴെ ഫുട് നോട്ട് ആയിട്ടാണ് കണ്ടിജന്റ് ലാബിലിറ്റി കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് അസറ്റ്സ്. Cash or any valuables owned by the business that can be converted into cash or anything beneficial to the future operations of business can be termed as an asset. അപ്പോൾ ഒന്നിക്ക് ക്യാഷ് ആവാം അസറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വാല്യുബിൾസ്, ബിസിനസ് ഓൺ ചെയ്യുന്ന എന്തെങ്കിലും വാല്യുബിൾസ് ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്, ഫ്യൂച്ചറിൽ നമുക്കത് ക്യാഷാക്കി മാറ്റാം. ക്യാഷാക്കി മാത്രമല്ല, ഓർ എനിത്തിങ് ബെനിഫിഷ്യൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ ആവശ്യമുള്ള എന്തെങ്കിലും ഫോമിലേക്ക്, എന്ന് വെച്ചാൽ ക്യാഷ് തന്നെ ആവണമെന്നില്ല, നമുക്ക് റോ മെറ്റീരിയൽസോ ഗുഡ്സോ എന്തെങ്കിലും ആക്കിയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നമുക്ക് അസറ്റ് എന്ന് പറയാം. ഇപ്പം നോർമലി ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി ഇതൊക്കെ നമുക്ക് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ചില ലാൻഡൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സെയിൽ ചെയ്തിട്ട് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും. ഫേർണിച്ചർ, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഇതൊക്കെ നമുക്ക് അസറ്റ് ആയിട്ട് പറയാം. അപ്പം അസറ്റ് മെയിൻലി രണ്ടായിട്ടാണ് പറയുന്നത്. ഫിക്സഡ് അസറ്റ്സ്, അസറ്റ്സ് വിച്ച് ആർ acquired and employed by the business concerned for longer period of time are called fixed assets. അസറ്റ് വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ ഒരു വർഷത്തെ കൂടുതലുള്ള യൂസിനാണെങ്കിൽ അതിനെ നമുക്ക് ഫിക്സഡ് അസറ്റ് ആയിട്ട് പറയാം. ലോങ്ങർ പീരിയഡിലേക്കുള്ള യൂസിനാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ മിഷനറി, ബിൽഡിംഗ്, ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ കാലത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിഷനറി ഒക്കെ വാങ്ങിക്കുന്നത്, അതല്ല അസറ്റ് ബിൽഡിംഗ് ഒക്കെ വാങ്ങിക്കുന്നത്. കറണ്ട് അസറ്റ്സ്, അസറ്റ്സ് വിച്ച് ക്യാൻ ബി ഹെൽഡ് ഫോർ എ ഷോർട്ട് പീരിയഡ് as known as കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് മാത്രം ഹെൽഡ് ചെയ്യുന്ന അസറ്റ്സിനാണ്. Such assets are expected to be realized in cash or consumed during the normal operating cycle of the business. അപ്പോൾ അത് നമ്മൾ ഷോർട്ട് പീരീഡിനിടയിൽ തന്നെ അത് ക്യാഷായി കൺവേർട്ട് ആയി വരും. എക്സാമ്പിൾ ആർ ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് അറ്റ് ബാങ്ക്, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് എക്സെട്ര, ഇതൊക്കെ കറണ്ട് അസറ്റ്സ് ആണ്. സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സിൽ വരും. അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഷോർട്ട് പീരീഡിൻ്റെ ഉള്ളിൽ തന്നെ അത് സെയിൽ ചെയ്തിട്ട് നമ്മൾ അതിനെ ക്യാഷ് ആക്കി മാറ്റും അല്ലേ. സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിൽ സ്റ്റോക്ക് പോയി നമുക്ക് ക്യാഷ് വന്നു, അപ്പം അങ്ങനെ ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഷോർട്ട് പീരീഡിൽ തന്നെ നമ്മൾ ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യുന്നതിന് കറണ്ട് അസറ്റ്സ് എന്ന് പറയാം. ഇനി അസറ്റ്സിനെ നമുക്ക് ഒന്നുകൂടി ക്ലാസിഫൈ ചെയ്യാണെങ്കിൽ ടാഞ്ചിബിൾ ഓർ റിയൽ അസറ്റ്സ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്, പിന്നെ ഫിക്ടീഷ്യസ് അസറ്റ്സ്, ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ്സ് ദാറ്റ് ക്യാൻ ബി വിച്ച് ക്യാൻ ബി ടച്ച്ഡ്, സീൻ ഓർ ഫെൽറ്റ്, നമുക്ക് കാണാനും തൊടാനും ഒക്കെ പറ്റുന്നതാണ്. സാധാരണ നമുക്ക് ബിസിനസ്സിൽ പോയി കഴിഞ്ഞാൽ അവിടെ അസറ്റ്സ് ഒക്കെ കാണാം അല്ലേ, മെഷീനറി, സ്റ്റോക്ക്, പിന്നെ ഫേർണിച്ചർ, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ അസറ്റ്സ് വിച്ച് കനോട്ട് ബി ടച്ച്ഡ്, സീൻ ഓർ ഫെൽറ്റ്, നമുക്ക് കാണാനൊന്നും പറ്റില്ല, പക്ഷെ ബാലൻസ് ഷീറ്റിൽ ഇപ്പം അസറ്റ് എന്ന് പറഞ്ഞിട്ട് അത് എഴുതിയിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗുഡ് വിൽ, ബാലൻസ് ഷീറ്റ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അവിടെ എസ് എസ് ഐയിൽ ഗുഡ് വിൽ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിസിനസ്സിനകത്ത് കയറി ചോദിക്കുകയാണ് എവിടെ ഗുഡ് വിൽ, അപ്പോൾ ഗുഡ് വില്ലിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. ട്രേഡ് മാർക്ക്, പേറ്റന്റ്, ഗുഡ് വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ആണ് നമ്മൾ ഗുഡ് വിൽ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ക്യാഷ് ആയിട്ട് കാണിക്കുന്നത്. ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഒരു റൈറ്റ് കിട്ടും, ട്രേഡ് മാർക്കിൻ്റെ റൈറ്റ്. അപ്പോൾ അത് കുറേ വർഷത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം അത് നമ്മൾ അസറ്റ് ആയിട്ട് കാണിക്കും. അതുപോലെ പേറ്റന്റിന് വേണ്ടി കൊടുത്തിരിക്കുന്ന പൈസ, അതുപോലെ ട്രേഡ് മാർക്കിന് വേണ്ടി കൊടുത്തിരിക്കുന്ന പൈസ, ഇതൊക്കെ നമ്മൾ അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. വെച്ചാൽ മോർ ദാൻ 1 ഇയർ നമുക്കത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഫിക്ടീഷ്യസ് അസറ്റ്സ്, ദീസ് ആർ ദ ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടീസ് വിച്ച് ഡു നോട്ട് ഹാവ് എനി മണി വാല്യൂ ആൻഡ് ആർ നോട്ട് റെപ്രസെൻറ്റഡ് ബൈ എനിത്തിങ് കോൺക്രീറ്റ്. ശരിക്കും പറഞ്ഞാൽ ഇതും ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് തന്നെയാണ്, നമുക്ക് കാണാനൊന്നും പറ്റില്ല, പക്ഷെ ഇതിന് ശരിക്കും പറഞ്ഞാൽ റിയൽ മണി വാല്യൂ കൂടി ഇല്ല. എക്സാമ്പിൾസ് ഓഫ് ഫിക്ടീഷ്യസ് അസറ്റ്സ് ആർ പ്രിലിമിനറി എക്സ്പെൻസസ്. പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് വന്ന എക്സ്പെൻസസ് ആണ് പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസസ് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പെൻസ് ആണ് അല്ലേ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വന്ന എക്സ്പെൻസ് ആണ്. അപ്പോൾ ആ എക്സ്പെൻസ് നമ്മൾ ബിസിനസ്സിൻ്റെ ശരിക്കും പറഞ്ഞാൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ എക്സ്പെൻസ് കാണിക്കുക. അപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിനകത്ത് അത് എക്സ്പെൻസ് ആയിട്ട് കാണിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ ആ വർഷം എന്തായാലും ലോസേ കാണിക്കുള്ളൂ അല്ലെ, ഹ്യൂജ് എമൗണ്ട് ഉണ്ടാവും പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രിലിമിനറി എക്സ്പെൻസിനെ അസറ്റ് സൈഡിൽ കാണിക്കും. എന്നിട്ട് അത് ഓരോ വർഷവും നമ്മൾ അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് ആയിട്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും. പ്രിലിമിനറി എക്സ്പെൻസ് റൈറ്റ് ഓഫ് എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് ഈ
സംഭവം. അപ്പോൾ പ്രിലിമിനറി എക്സ്പെൻസ് ഒരു വർഷം നമുക്ക് ഒറ്റയടിക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം അതിനെടുത്ത് നമ്മൾ ബാലൻസ് ഷീറ്റ് അസസ് ആയി എഴുതിയെന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രിലിമിനറി എക്സ്പെൻസിന് എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പൈസ ഒന്നും കിട്ടില്ല അല്ലേ. അപ്പോൾ അതിനൊരു മണി വാല്യൂ ഇല്ല, പക്ഷെ നമ്മൾ അസസ് ആയി കാണിക്കുവാണ്. അക്യുമുലേറ്റഡ് ലോസസ്, നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ലാബിലിറ്റി സൈഡിൽ കാണിക്കും. ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അസസ് സൈഡിൽ കാണിക്കും അല്ലേ. അസസ് സൈഡിൽ കാണിച്ചു എന്ന് വെച്ചിട്ട് ആ ലോസ് എടുത്ത് കടയിൽ പോയിട്ട് നമുക്ക് വിൽക്കാൻ പൈസ ആക്കാനൊന്നും പറ്റില്ല അല്ലേ. ഡിസ്കൗണ്ട് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, അതേപോലെ തന്നെ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിബഞ്ചറിന്റെ മേലെ ചിലപ്പോൾ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തെന്നിരിക്കും. 1 lakhന്റെ ഡിബഞ്ചർ ചിലപ്പോൾ നമ്മൾ അതിന് 90,000 ഇഷ്യൂ ചെയ്തെന്നിരിക്കും. അപ്പോൾ ആ ഡിഫറൻസ് ആയ 10,000 നമ്മൾ അസറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. പക്ഷെ ആ 10,000 ശരിക്കും എന്തെങ്കിലും വിലയുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഫിക്ടീഷ്യസ് അസറ്റ്സ് എന്ന് പറയുന്നത്. അതും ഇൻടാഞ്ചിബിൾ തന്നെയാണ്, നമുക്ക് അതിനെ കാണാനൊന്നും പറ്റില്ല, പക്ഷെ അതിന് മണി വാല്യൂ കൂടിയില്ല. അപ്പൊ ഇതാണ് 3 ടൈപ്പ് ഓഫ് അസറ്റ്സ്. നെക്സ്റ്റ് പറയുന്നത് ഇൻകം. ഇൻകം ഇസ് ദ റവന്യൂ ഏൺഡ് വിച്ച് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ദ നെറ്റ് വർത്ത് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇൻ അക്കൗണ്ടിങ് ഇൻകം ലീഡ്സ് ടു പോസിറ്റീവ് ചേഞ്ച് ഇൻ ദ വെൽത്ത് ഓഫ് ദ ഫേം ഓവർ എ പീരിയഡ് ഓഫ് ടൈം. അപ്പോൾ ഇൻകം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഏർണിങ്സിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പ്രോഫിറ്റ് ഒരു ഇൻകത്തിൻ്റെ ഒരു പാർട്ടായിട്ടേ വരുള്ളൂ, പക്ഷേ പ്രോഫിറ്റ് മാത്രമല്ല ഇൻകം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ലോസസ്. ലോസ് ഇസ് എ ഗ്രോസ് ഡിക്രീസ് ഇൻ ദ അസറ്റ്സ് ഓർ ഗ്രോസ് ഇൻക്രീസ് ഇൻ ലാബിലിറ്റീസ്. അപ്പോൾ അവിടെ വരുന്ന ഇൻക്രീസ് ഇൻ ലാബിലിറ്റീസിന് നമുക്ക് ലോസ് എന്ന് പറയാം. അതുപോലെ ഡിക്രീസ് ഇൻ അസറ്റിൻ്റെ വാല്യൂ കുറയുന്നതിനെ നമുക്ക് ലോസ് എന്ന് പറയാം. ഇറ്റ് ഈസ് എക്സസ് ഓഫ് എക്സ്പെൻസ് ഓവർ റവന്യൂ. അപ്പോൾ എക്സ്പെൻസ് കൂടുതലും റവന്യൂ കുറവുമായിട്ട് വരുമ്പോഴാണ് നമുക്ക് അവിടെ ലോസ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ഗെയിൻ ഓർ പ്രോഫിറ്റ്. ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസ്. റവന്യൂ കൂടുതലും എക്സ്പെൻസ് കുറവാണെങ്കിൽ നമുക്ക് അവിടെ ഗെയിൻ ഉണ്ടായി അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടായി എന്ന് പറയാം. ഇൻ എൻ അക്കൗണ്ടിങ് ഇയർ ആൻഡ് റെപ്രസെന്റ് ഇൻക്രീസ് ഇൻ നെറ്റ് അസെറ്റ് ഓർ ഓണേഴ്സ് ഇക്വിറ്റി. അപ്പം നമ്മൾ പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഓണേഴ്സ് ഇക്വിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അല്ലെ, ക്യാപിറ്റലിൻ്റെ കൂടെ കാണിക്കും. അപ്പോൾ അത് ഓണേഴ്സ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യും, അതേപോലെ നെറ്റ് അസെറ്റ് ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് പെർച്ചേസ് എന്ന് പറയാണ്. ദെൻ total amount of goods purchased by the business concerned for cash or credit for the purpose of sale or conversion into finished goods for sale is also known as purchase. അപ്പോൾ purchase എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു മെഷീനറി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഈ പർച്ചേസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യില്ല. അപ്പോൾ ഈ പർച്ചേസിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ആ പർച്ചേസ് ചെയ്ത ഐറ്റം നമ്മൾ ഒന്നിക്കൽ യൂസ് ചെയ്യുന്നത്, ക്യാഷിൽ വാങ്ങിക്കാം ക്രെഡിറ്റിൽ വാങ്ങിക്കാം അത് വേറെ കാര്യം, അത് യൂസ് ചെയ്യുന്നത് സെയിലിനായിരിക്കണം ഓർ ഫോർ കൺവേർഷൻ ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ് ഫോർ സെയിൽ. അല്ലെങ്കിൽ നമ്മൾ അതിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റി സെയിൽ ചെയ്യാൻ. ഇപ്പോൾ ചില ഓർഗനൈസേഷനിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റോ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് സെയിൽ ചെയ്യും അല്ലെ. അങ്ങനെയുള്ള ആണെങ്കിൽ റോ മെറ്റീരിയൽസിനെ നമുക്ക് പർച്ചേസ് എന്ന് പറയാം. ചില സ്ഥലത്താണെങ്കിൽ നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് വാങ്ങിച്ചിട്ട് റീസെയിൽ ചെയ്യും അല്ലെ. ഹോൾസെയിലേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരു ഗുഡ്സ് തന്നെ വാങ്ങിച്ചിട്ട് റീറ്റെയിലേഴ്സിന് സെയിൽ ചെയ്യും. അപ്പം അങ്ങനെയാണെങ്കിൽ അത് സെയിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ 2 കേസിലാണെങ്കിലും അത് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന സാധനത്തിനാണ് പർച്ചേസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മെഷീനറി പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് പർച്ചേസിൽ ചേർക്കാൻ പറ്റാത്തത്. പർച്ചേസ് തന്നെ അവിടെ ചെയ്തത്, പക്ഷേ അതിനെ നമ്മൾ മെഷീനറി ആയിട്ടാണ് കാണിക്കുക. ആ മെഷീനറി നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചല്ല, യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചാണ് അല്ലേ. അല്ല ആ മെഷീനറിനെ കൊണ്ട് നമുക്ക് വേറൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനല്ല, പിന്നെ അതിനെ വേറൊരു പ്രോഡക്റ്റ് ആക്കി മാറ്റാനല്ല. ഇനി ഒരു മെഷീനറി ഡീൽ ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിച്ചു, ആ കമ്പനിയുടെ ജോലി എന്ന് വെച്ചാൽ മെഷീനറി സെയിൽ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അവർ മെഷീനറി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസിൽ എഴുതാം. നെക്സ്റ്റ് സെയിൽസ്. ഇറ്റ് ഈസ് ദ ഇൻകം ഏൺഡ് ഫ്രം ദ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് റെൻഡഡ്. ഇപ്പോൾ ഒന്നിക്കൽ ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പൈസ, അല്ലെങ്കിൽ നമ്മൾ സർവീസ് ഓർഗനൈസേഷൻ ആണ് സർവീസ് റെൻഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ പൈസ, അതിനാണ് സെയിൽസ് എന്ന് പറയുന്നത്. സെയിൽസ് മേ ബി ക്യാഷ് സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ്. നമ്മൾ പർച്ചേസിൻ്റെ കാര്യം പറഞ്ഞ പോലെ ക്യാഷ് സെയിൽസ് ആവാം, ക്രെഡിറ്റ് സെയിൽസ് ആവാം. ദ എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്സ് ഈസ് നോട്ട് റേറ്റഡ് ആസ് സെയിൽസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫിക്സഡ് അസെറ്റ്സ് സെയിൽ ചെയ്യാം, ചിലപ്പം അതിൽ നിന്ന് പൈസ കിട്ടാം, അതിനെ നമുക്ക് സെയിൽസ് എന്ന് പറയില്ല. ഇപ്പോൾ സെയിൽസ് എന്ന് പറഞ്ഞാൽ ആ ഓർഗനൈസേഷൻ എന്താണ് അതിൻ്റെ പ്രൈമറി പേർപ്പസ്. ഇപ്പോൾ ഒരു സോപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ അവർ പ്രൈമറി ആയിട്ട് അവർ ചെയ്യുന്ന കാര്യം സോപ്പ് സെയിൽ ചെയ്യുക അല്ലേ. അപ്പം ആ സെയിൽസ് എന്നുള്ള ഇൻകത്തിനെ മാത്രമേ നമ്മൾ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പറ്റൂ. ആ സെയിൽസ് എന്നുള്ള കിട്ടിയ എമൗണ്ടിനെ മാത്രമേ നമുക്ക് സെയിൽസ് ആയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ മെഷീനറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞാൽ എന്തെങ്കിലും ഫിക്സഡ് അസെറ്റ്സ് സെയിൽ ചെയ്യുമ്പം അത് ആ ബിസിനസ്സിൻ്റെ മെയിനായിട്ട് അത്
മെഷീനറി സെയിൽ ചെയ്യുന്ന കമ്പനിയല്ല, സോപ്പ് സെയിൽ ചെയ്യുന്ന കമ്പനിയാണ്. ഇപ്പോൾ മെഷീനറി സെയിൽ ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ നമുക്ക് ആ മെഷീനറി സെയിൽ ചെയ്തിട്ട് കിട്ടിയ പൈസയെ നമുക്ക് എന്ത് ചെയ്യാം, സെയിൽസ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൈമറി എന്താണ് ഒബ്ജക്റ്റീവ് നോക്കണം. അത് ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്നതിന് നമുക്ക് സെയിൽസ് എന്ന് പറയാൻ പറ്റുള്ളൂ. Next is stock. The goods available with the business for sale on a particular date is termed as stock. അപ്പോൾ നമ്മളവിടെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ റീസെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സാധനത്തിനാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇറ്റ് വേരീസ് വിത്ത് എവറി ട്രാൻസാക്ഷൻ ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ. അപ്പോൾ പർച്ചേസ് ചെയ്യുകയും സെയിൽ ചെയ്യുകയും ചെയ്യുന്നതനുസരിച്ച് സ്റ്റോക്കിൻ്റെ എമൗണ്ട് മാറിക്കൊണ്ടിരിക്കും അല്ലേ. നമ്മൾ കൂടുതൽ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കൂടും, നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. The value of goods remaining unsold at the end of an accounting period is termed as closing stock. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിൽ നമ്മുടെ കയ്യിൽ എത്ര ഗുഡ്സ് ബാക്കിയുണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയും. നെക്സ്റ്റ് ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സ് ആർ പേഴ്സൺസ് ആൻഡ് അതർ എൻറ്റിറ്റീസ് who owe money to the business or on receipt of goods and service on credit. അപ്പോൾ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിന് പൈസ തരാനുള്ള ആൾക്കാരാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്തിനാ പൈസ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൈമറി ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നില്ലേ, ആ സെയിൽ ചെയ്യുന്നത് അവർ വാങ്ങിച്ചു, എന്നിട്ട് അവർ അതിൻ്റെ പൈസ പെട്ടെന്ന് തന്നില്ല, ഓൺ ദി സ്പോട്ട് തന്നില്ല, ഫ്യൂച്ചർ ഡേറ്റിൽ നമുക്ക് തരാമെന്ന് പറഞ്ഞു. അവരെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അക്കൗണ്ട്സ് റിസീവബിൾ. ഇറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് എമൗണ്ട് ഡ്യൂ ബൈ ഡെറ്റർ ആൻഡ് ദ എമൗണ്ട് ഓഫ് ബിൽസ് റിസീവബിൾ ദാറ്റ് ദ കൺസേൺ ഹാസ് വിത്ത് ഇറ്റ് ആസ് ഓൺ എനി പെർട്ടിക്കുലർ ഡേറ്റ്. അപ്പോൾ അക്കൗണ്ട് റിസീവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഡെറ്റേഴ്സിൻ്റെ എമൗണ്ടും വരും, അതേപോലെ തന്നെ ബിൽസ് റിസീവബിളിൻ്റെ എമൗണ്ട്. ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബില്ല് ഇഷ്യൂ ചെയ്യാണ്, ഒരു നമുക്ക് പറയാം ഒരു പ്രൂഫിന് വേണ്ടി നമുക്കൊരു ബില്ല് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ആ ബില്ല് ഇഷ്യൂ ചെയ്തിട്ട് അവരും നമ്മളെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്ത ആൾക്കാർ തന്നെയാണ്, എന്നിട്ട് അവരത് തരാനുള്ള ഒരു ബില്ല് പ്രിപ്പയർ ചെയ്ത് തരുവാണ്. അപ്പോൾ അതിനെ നമുക്ക് ബിൽസ് റിസീവബിൾ, അതിനകത്ത് സ്പെസിഫിക് ആയിട്ട് ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും, ഇന്ന ഡേറ്റ് നമ്മൾ ഇത്ര എമൗണ്ട് തരുമെന്ന് പറഞ്ഞിട്ട്. അപ്പം അതും അതേപോലെ അതല്ലാത്ത നോർമൽ ഡെറ്റേഴ്സും ഇത് രണ്ടും കൂടിയതാണ് അക്കൗണ്ട് റിസീവബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഡെറ്റേഴ്സ് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കിട്ടാനുള്ള ആൾക്കാരാണ്, ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാരാണ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ആർ പേഴ്സൺസ് ഓർ അതർ എൻറ്റിറ്റീസ് ഹു ഹാവ് ക്ലെയിം ഫോർ മണി അഗെയിൻസ്റ്റ് ദ ബിസിനസ് ഫോർ എനി ഗുഡ്സ് സപ്ലൈഡ് ഓർ സർവീസ് റെൻഡേർഡ് ബൈ ദം ഓൺ ക്രെഡിറ്റ്. ഇപ്പോൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാരാണ്. അപ്പം നമ്മൾ എപ്പോഴാണ് പൈസ കൊടുക്കേണ്ടി വരാം, നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ, എന്നിട്ട് അതിൻ്റെ പൈസ നമ്മൾ പിന്നെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസിലാണ് നമുക്ക് ക്രെഡിറ്റേഴ്സ് വരുന്നത്, സെയിൽസിലാണ് നമുക്ക് ഡെറ്റേഴ്സ് വരുന്നത്. നമ്മൾ സെയിൽ ചെയ്തിട്ട് പൈസ കിട്ടാനില്ല, നമുക്ക് പൈസ കിട്ടാനുണ്ട്, അതാണ് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. അക്കൗണ്ട് പേയബിൾ. അപ്പോൾ അക്കൗണ്ട് പേയബിൾ ഇസ് ദ ടോട്ടൽ ഓഫ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ ഓഫ് ദ ഓർഗനൈസേഷൻ ആസ് ഓൺ എനി ഡേറ്റ്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റേഴ്സും വരും ഇതിനകത്ത്, അതേപോലെ നമുക്ക് ബില്ലിൻ്റെ മേലെ പൈസ കൊടുക്കാനുള്ളവരുണ്ടാവും, അതും നമുക്ക് അക്കൗണ്ട് പേയബിൾ വരും. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഗാപ്പ് എന്ന് പറയും. ദ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് യൂസ്ഡ് ഇൻ പ്രിപ്പയറിംഗ് അക്കൗണ്ടിങ് റിപ്പോർട്ട്സ്. അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട കുറച്ച് റൂൾസിനെയും ഗൈഡ് ലൈൻസിനെയും ഇതിനൊക്കെയാണ് നമ്മൾ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ സർട്ടൻ ഗൈഡ് ലൈൻസ് ആൻഡ് പ്രാക്ടീസസ് ദാറ്റ് ആർ ഫോളോഡ് വൈൽ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്തും, അതുപോലെ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും നമ്മൾ ഫോളോ ചെയ്യേണ്ടതായ കുറച്ച് ഗൈഡ് ലൈൻസും പ്രാക്ടീസസും ഒക്കെയാണിത്. Such guidelines and practices have been developed on the basis of globally accepted accounting standards. ഇപ്പോൾ ഗ്ലോബലി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ ഗൈഡ് ലൈൻസും പ്രാക്ടീസസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. ദ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആർ, ഇപ്പോൾ ഗാപ്പിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അക്കൗണ്ടിങ് അസംഷൻസ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, മോഡിഫൈങ് പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഈ 4 കാര്യങ്ങളാണ് ഗാപ്പിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇത് ഓരോന്നും നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ അക്കൗണ്ടിങ് അസംഷൻസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്നും പറയും. അക്കൗണ്ടിങ് അസംഷൻസ് ഓർ കോൺസെപ്റ്റ്സ് റെഫേഴ്സ് ടു സർട്ടൻ നെസസറി അസംഷൻസ് ഓർ കണ്ടീഷൻസ് ഓൺ വിച്ച് ദ അക്കൗണ്ടിങ് സിസ്റ്റം ഈസ് ബേസ്ഡ്. നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അസ്യൂം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനൊക്കെയാണ് നമ്മൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അസംഷൻസ് പ്രൊവൈഡ് എ ഫൗണ്ടേഷൻ ഫോർ ദ അക്കൗണ്ടിങ് പ്രോസസ്. അപ്പോൾ ഈ അസംഷൻസിൻ്റെ ബേസിലാണ് നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡിങ്ങും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻസും ഒക്കെ ചെയ്യുന്നത്.
The following are some of the major and generally accepted assumptions. ഏതൊക്കെ assumptions നോക്കാം. First, accounting entity concept. Under this concept, it is assumed that business unit is distinct and completely separate from its owner. അപ്പോൾ ബിസിനസ്സിന്റെ ഓണർ വേറെ ബിസിനസ് വേറെ, ഇതാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ ബിസിനസ്മാന് പൈസ കൊടുക്കാനുണ്ടാവാം, ബിസിനസ്മാൻ ബിസിനസ്സിന് പൈസ കൊടുക്കാനുണ്ടാവും, അങ്ങനത്തെ ടേംസ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്മാൻ്റെ തന്നെയാണ് അല്ലേ. അപ്പം അങ്ങോട്ട് പൈസ കൊടുക്കുക ഇങ്ങോട്ട് പൈസ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ കേസിലാണ് പ്രത്യേകിച്ച് അങ്ങനെ ഒരു കോൺസെപ്റ്റ്, മീൻസ് അങ്ങനെ ഒരു കാര്യമേ ഇല്ല, പക്ഷെ നമ്മൾ അങ്ങനെ ഒരു അസ്യൂം ചെയ്യുവാണ്. അപ്പോൾ ആ അസംഷന്റെ ബേസിലാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദ ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് എ യൂണിറ്റ് ഓർ എൻറ്റിറ്റി സെപ്പറേറ്റ് ഫ്രം ദ പേഴ്സൺ ഹു ഓൺസ് ഇറ്റ്. അപ്പോൾ ആ ഓൺ ചെയ്യുന്ന പേഴ്സൺ വേറെയും, അതല്ലാതെ ബിസിനസ് നമ്മൾ സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി കൊടുത്തിരിക്കണം, ഒരു പേഴ്സണെ പോലെയാണ് നമ്മളവിടെ ബിസിനസ്സിന് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ്, മണി മെഷർമെൻറ്റ്. This concept is also known as the concept of monetary expression. അതിന് monetary expression concept എന്ന് കൂടി പറയും. As per this concept, transactions that can be measured in terms of money only are recorded in the books of accounts. അപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമുക്ക് മോണിറ്ററി ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന എന്ന് വെച്ചാൽ മണി ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ഒരാൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്ന കാര്യം സംസാരിച്ചു, ഇതൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ മണി എപ്പോഴാണോ വരുന്നത് അപ്പോൾ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ദിസ് ഹെൽപ്സ് ടു റെക്കോർഡ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഓൺ എ യൂണിഫോം ബേസിസ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു യൂണിഫോം ബേസിസിൽ മോണിറ്ററി ട്രാൻസാക്ഷനിലെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാം റെക്കോർഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ആസ് പെർ ദിസ് കോൺസെപ്റ്റ്, ദ ബിസിനസ് യൂണിറ്റ് ഈസ് അസ്യൂംഡ് ടു ഹാവ് എ ഇൻഡെഫിനിറ്റ് ലൈഫ്. ബിസിനസ് യൂണിറ്റ് എല്ലാ കാലവും നിലനിന്ന് പോകും എന്നുള്ള ഒരു അസംഷൻ നമ്മൾ വെക്കുവാണ്. ശരിക്കും അത് ശരിയല്ല, ഇപ്പോൾ വേണമെങ്കിൽ നമ്മൾ അടച്ചു പോകാം, പക്ഷെ എന്നാലും എല്ലാ കാലം നിലനിന്ന് പോകും എന്നുള്ള അസംഷൻ്റെ പുറത്താണ് നമ്മൾ ഈ അക്കൗണ്ടിങ് റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡീംഡ് ദാറ്റ് ദർ ഇസ് നോ ഇൻറ്റൻഷൻ ഓർ നെസസിറ്റി ടു വൈൻഡ് അപ്പ് ദ ബിസിനസ് ആക്ടിവിറ്റി ഇൻ ദ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. പെട്ടെന്നൊന്നും നമ്മളത് ക്ലോസ് ചെയ്യില്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഹെൻസ് ദ ഫേം ഈസ് ട്രീറ്റഡ് ആസ് കണ്ടിന്യൂയിങ് വൺ ഫോർ ലോങ്. അപ്പോൾ കണ്ടിന്യൂയിങ് ആയിട്ടുള്ള ഒന്നായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റിസർവ്സ് ഒക്കെ വെക്കുന്നത് അല്ലേ. റിസർവ്സ് ഒക്കെ നമ്മൾ ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് പൈസക്ക് ആവശ്യം ഉണ്ടാവും എന്നുള്ള ഒരു അസംഷൻ്റെ പുറത്ത് വെച്ചാൽ നമ്മൾ അത്രയും കാലം നമ്മൾ ഈ ബിസിനസ് കൊണ്ടുപോവുകയാണെന്നുള്ള അസംഷൻ്റെ പുറത്താണ് നമ്മൾ അങ്ങനെയുള്ള റിസർവ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ്, അക്കൗണ്ടിങ് പീരിയഡ്. ദ പീരിയഡ് ഓഫ് ഇൻ്റർവൽ ഫോർ വിച്ച് ദ അക്കൗണ്ട് ഈസ് കെപ്റ്റ് ഫോർ അസർട്ടൈനിങ് ദ റിസൾട്ട്സ് ഓഫ് ദ ബിസിനസ് ഡ്യൂറിങ് ദ പീരിയഡ് ഇസ് കോൾഡ് അക്കൗണ്ടിങ് പീരിയഡ്. അപ്പോൾ ഈ നമ്മുടെ ബിസിനസ്സിൽ റെക്കോർഡിംഗ് ഒക്കെ കീപ്പ് ചെയ്തതിന് ശേഷം ഒരു ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അതിനാണ് നമ്മൾ അക്കൗണ്ടിങ് പീരിയഡ് എന്ന് പറയുന്നത്. യൂഷ്വലി എ പീരിയഡ് ഓഫ് 365 ഓർ 52 വീക്സ് ഇസ് കൺസിഡേർഡ് ആസ് ഫെയർ ഇൻ്റർവൽ. അപ്പോൾ നോർമലി നമ്മൾ 365 ഡേയ്സ് എന്ന് വെച്ചാൽ 1 ഇയർ എന്ന് പറഞ്ഞാൽ ജാനുവരി ടു ഡിസംബർ ആവണം നിർബന്ധമില്ല. നോർമലി നമ്മൾ എന്ത് ചെയ്യുക, ഏപ്രിൽ ടു മാർച്ച് വരെയാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു 365 ഡേയ്സ് ഉള്ള ഒരു സൈക്കിളിനാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് പഠിച്ചു. അതിലെന്തൊക്കെയായിരുന്നു അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് പറയുന്നത്? ഫസ്റ്റ്, അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അല്ലെ, സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, എല്ലാം മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആയിരിക്കണം എന്ന് പറഞ്ഞു. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് അല്ലെ, എത്ര കാലത്തേക്കും നമ്മൾ നിലനിന്ന് പോകുന്നുള്ള ഒരു കോൺസെപ്റ്റ്. പിന്നെ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെഫിനിറ്റ് 365 ഡേയ്സിൻ്റെ ഒരു പീരീഡിനാണ് നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഓർ പ്രിൻസിപ്പിൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അക്കൗണ്ടിങ് കൺവെൻഷൻസ് ഓർ പ്രിൻസിപ്പിൾസ് റെഫേഴ്സ് ടു ദ അക്കൗണ്ടിങ് പ്രൊസീജിയർ ഫോളോഡ് ബൈ അക്കൗണ്ടൻസ് ഓൾ ഓവർ ദ വേൾഡ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ പ്രൊസീജിയറിനാണ്, മറ്റേന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു അസംഷനാണ്. അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമാജിനേഷനാണ് നമ്മൾ അക്കൗണ്ടിങ് അസംഷൻസ് അല്ലെ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രൊസീജിയറാണ്, അക്കൗണ്ടിങ് പ്രൊസീജിയർ ഫോളോഡ് ബൈ അക്കൗണ്ടൻസ് ഓൾ ഓവർ ദ വേൾഡ്. അതിൽ ഫസ്റ്റ് വൺ, ഡ്യുവൽ ആസ്പെക്ട്. ദിസ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഇൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിലെ ബേസിക് പ്രിൻസിപ്പിൾ ആണ് ഡ്യുവൽ ആസ്പെക്ട്. ഡ്യുവൽ ആസ്പെക്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദിസ് ഇസ് ഓൾസോ നോൺ ആസ് അക്കൗണ്ടിങ് ഇക്വാലൻസ് കോൺസെപ്റ്റ് എന്നും പറയുന്നുണ്ട്. According to this concept, each and every business transaction has two aspects. For എല്ലാ ട്രാൻസാക്ഷനും
ബിസിനസ് ട്രാൻസാക്ഷൻസിനും രണ്ട് ആസ്പെക്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എ ഗിവിംഗ് ആസ്പെക്ട് ആൻഡ് എ റിസീവിംഗ് ആസ്പെക്ട്. ഒരു ഗിവിംഗ് ആസ്പെക്റ്റും ഒരു റിസീവിംഗ് ആസ്പെക്റ്റും. ദിസ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ is developed on the strength of dual aspect concept, which says that for every debit there is an equal and corresponding credit. ഇപ്പോൾ ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ക്രെഡിറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഗുഡ്സ് കിട്ടുന്നുണ്ട്, അതിന്റെ ഈക്വലാൻറ്റ് നമ്മൾ അങ്ങോട്ട് ക്യാഷ് എന്ന് പറഞ്ഞൊരു സാധനം പോകുന്നുണ്ട് അല്ലേ. അതാണ് ഒരു ട്രാൻസാക്ഷനാണ് അവിടെ നടന്നത് ശരിക്കും പറഞ്ഞാൽ, ഗുഡ്സ് പർച്ചേസ് ചെയ്തു. പക്ഷെ അതിന് രണ്ട് ആസ്പെക്ട് വന്നിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ ഡ്യുവൽ ആസ്പെക്ട് എന്ന് പറയുന്നത്. Next, verifiability and objectivity principle. This principle states that the accounting data provided in the books of accounts should be verifiable and dependable. നമ്മളെ ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്തിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും വെരിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. എന്ന് വെച്ചാൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള പ്രൂഫ് നമുക്ക് കാണിക്കാൻ പറ്റണം. The figures exhibited in the financial statement should have supportive evidence such as bill, voucher, etc. അപ്പം അതിൻ്റെ സപ്പോർട്ടീവ് ആയിട്ടുള്ള എവിഡൻസ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. ബില്ല്, വൗച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എവിഡൻസ് കീപ്പ് ചെയ്യാം. ബില്ലും വൗച്ചറും ഒക്കെ നമുക്ക് എവിഡൻസ് ആയിട്ട് കാണിക്കാൻ പറ്റുന്നതാണ്. വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദ സോഴ്സ് ഡോക്യുമെന്റ്സ്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുവാണെങ്കിൽ അത് ശരിയാണെന്ന് കാണിക്കാനുള്ള പ്രൂഫ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇതാണ് വെരിഫയബിലിറ്റി എന്ന് വെച്ചാൽ നമുക്കത് വെരിഫൈ ചെയ്യാൻ പറ്റണം. ആ ട്രാൻസാക്ഷൻ എപ്പോൾ നടന്നു, എങ്ങനെ നടന്നു, എന്താണ് അതിൻ്റെ തെളിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കാണിക്കാൻ പറ്റണം. ഇപ്പോൾ രണ്ട് ആസ്പെക്റ്റ് നമ്മൾ പറഞ്ഞു, രണ്ട് കൺവെൻഷൻസ് ഓർ പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ ഡ്യുവൽ ആസ്പെക്ട് എന്ന് വെച്ചാൽ ഒരു ട്രാൻസാക്ഷന് രണ്ട് സൈഡ് ഉണ്ടെന്ന് പറഞ്ഞു. നെക്സ്റ്റ് വെരിഫയബിലിറ്റി ആൻഡ് ഒബ്ജക്റ്റിവിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വെരിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എല്ലാ ട്രാൻസാക്ഷൻസും. നെക്സ്റ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അല്ലെ കോൺസെപ്റ്റ് കോൺവെൻഷൻ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്താ പറയുന്നത്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ റിക്വയേഴ്സ് ദാറ്റ് ഓൾ ട്രാൻസാക്ഷൻ ഷുഡ് ബി റെക്കോർഡഡ് അറ്റ് ദർ എക്വിസിഷൻ കോസ്റ്റ്. ഇതെങ്ങനെയാണോ നമ്മൾ ആക്ച്വൽ എത്രയാണോ കോസ്റ്റ് വന്ന് അതിൽ തന്നെ റെക്കോർഡ് ചെയ്യണം. ദ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ റെഫേഴ്സ് ടു ദ കോസ്റ്റ് ഓഫ് പർച്ചേസിംഗ് ദ അസറ്റ്സ് ആൻഡ് എക്സ്പെൻസ് ഇൻകേർഡ് ഇൻ ബ്രിങ്ങിങ് ദ അസറ്റ് ടു ദ ഇന്റൻഡഡ് കണ്ടീഷൻ ആൻഡ് ലൊക്കേഷൻ ഓഫ് യൂസ്. ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിൽ പറയുന്നത്, ഇപ്പം നമ്മളൊരു മെഷീനറി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 1 lakh നമ്മളൊരു മെഷീനറി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 1 lakh അല്ല അതിൻ്റെ കോസ്റ്റായിട്ട് നമ്മൾ എടുക്കുക. ആ മെഷീനറി നമ്മുടെ ഫാക്ടറിയിൽ കൊണ്ടുവന്ന് അത് യൂസ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ അതിന് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വരെ അതിൻ്റെ മേലെ എന്തൊക്കെ കോസ്റ്റ് വന്നു. മെഷീനറി പർച്ചേസ് ചെയ്തു, അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നു, അതിനിവിടെ നമ്മൾ എന്ത് ചെയ്തു, അൺലോഡ് ചെയ്തു, അതിനുശേഷം അത് നമ്മൾ ഫാക്ടറിയിൽ അതിനെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന കണ്ടീഷനിലാവുന്നത് വരെ അതിന് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കോസ്റ്റ് വന്നു എല്ലാം അതിൻ്റെ കോസ്റ്റായിട്ട് കൺസിഡർ ചെയ്യും. നെക്സ്റ്റ് റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ. ഇതിൽ പറയുന്നത് റവന്യൂ ഇസ് ദ എമൗണ്ട് വിച്ച് എ ബിസിനസ് ഏൺസ് ത്രൂ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. നമുക്ക് ആദ്യം പറഞ്ഞിട്ടുണ്ട് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി ആ ബിസിനസ് എന്താണോ സെയിൽസ് ചെയ്യുന്നത് ആ സെയിൽ ചെയ്താൽ കിട്ടുന്ന എമൗണ്ടിനാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. റവന്യൂസ് റെക്കോർഡഡ് അറ്റ് ദ ടൈം വെൻ ദ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് പാസസ് ഫ്രം ദ സെല്ലർ ടു ദ ബയർ. ഇപ്പോൾ ഈ റവന്യൂ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെയിൽ ചെയ്താൽ കിട്ടുന്ന പൈസയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. ഇപ്പം സെയിൽ ചെയ്താൽ ചിലപ്പോൾ പൈസ കിട്ടിയില്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണ്ടേ? സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് പറയണ പൈസ പിന്നെ തരാമെന്ന് പറയാണ്. പിന്നെ തരാന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ തരുമ്പോഴാണ് അത് സെയിലായിട്ട് റെക്കോർഡ് ചെയ്യുക. അപ്പം അങ്ങനെയല്ല, അതുകൊണ്ട് അത് ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് റവന്യൂ റെക്കോർഡ് ചെയ്യേണ്ടത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ്. നമ്മളൊരു സാധനം വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ അതിലെ ഓണർ ആരാണ്, പർച്ചേസ് ചെയ്ത ആൾ അതിൻ്റെ ഓണർ ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സെയിൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ പൈസ കിട്ടിയില്ലെങ്കിൽ നമ്മളത് ക്രെഡിറ്റ് സെയിൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അത് നോർമൽ സെയിൽസ്, ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. എന്തായാലും അത് സെയിലായിട്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യും. അപ്പോൾ സെയിലിൻ്റെ പൈസ കിട്ടുമ്പോഴല്ല റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് കിട്ടുമ്പോഴല്ല നമ്മൾ റവന്യൂ ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഓണർഷിപ്പ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ റവന്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് മാച്ചിങ് പ്രിൻസിപ്പിൾ. ആസ് പെർ ദ മാച്ചിങ് കോൺസെപ്റ്റ് only those expenses pertaining to the current accounting period must be matched against the revenue relating to the same period. അപ്പോൾ ഈ വർഷത്തെ എക്സ്പെൻസും ഇൻകവും മാത്രമേ ഈ വർഷം കമ്പയർ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഒരു എക്സ്പെൻസ് നമ്മൾ പേ ചെയ്തില്ലെങ്കിലും അത് ഈ വർഷം തന്നെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് കാണിച്ചിട്ട് നമ്മൾ ഈ വർഷത്തെ ഇൻകത്തിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ അത് ചാർജ് ചെയ്യണം. അതാണ് മാച്ചിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് the income that and expenses taken should be of the same period. ഒരു പീരിയഡിലുള്ള ഇൻകോ എക്സ്പെൻസും മാത്രമേ ഒരു വർഷം നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ. ഇതിൻ്റെ ഡിഫറൻസിനെ ആയിരിക്കണം നമ്മൾ പ്രോഫിറ്റോ ലോസോ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്.
ഈ വർഷം നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് സാലറി കൊടുക്കാണ്ട് എംപ്ലോയീസിന്. ഇപ്പോൾ സാലറി കൊടുക്കേണ്ടത് 1 lakh ആണ്, നമ്മൾ 90,000 കൊടുത്തുള്ളൂ. അപ്പം ബാക്കി 10,000 കൊടുത്തിട്ടില്ലെങ്കിലും അത് ഈ വർഷത്തെ എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ ഈ വർഷം തന്നെ 1 lakh ആയിട്ട് അത് കാണിക്കണം. അത്രയും എക്സ്പെൻസ് അത്രയും ഇൻകത്തിൻ്റെ മേലെ അത്രയും മാച്ച് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ 10,000 ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാറുണ്ടോ? അപ്പോൾ അത് 1 lakh ആക്കി മാറ്റാൻ വേണ്ടി. അല്ലാതെ അടുത്ത വർഷം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അടുത്ത വർഷം 1,10,000 സാലറി ആയിട്ട് കാണിക്കുകയല്ല ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യും, ഈ വർഷം തന്നെ അത് കാണിക്കും. നെക്സ്റ്റ്, കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോഷർ. ദിസ് കൺവെൻഷൻ സജസ്റ്റ് ദാറ്റ് ഓൾ അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ബി പ്രിപ്പയർഡ് ഹോണസ്റ്റ്ലി ആൻഡ് മസ്റ്റ് കണ്ടെയ്ൻ ഓൾ റെലവൻറ്റ് മെറ്റീരിയൽ ഇൻഫർമേഷൻ. ഡിസ്ക്ലോഷറിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതിൽ കാണിച്ചിരിക്കണം, മെറ്റീരിയൽ ഇൻഫർമേഷൻ കാണിച്ചിരിക്കണം. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ദ പബ്ലിഷ്ഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് മസ്റ്റ് ഫുള്ളി ഡിസ്ക്ലോസ് the true and fair view of the state of affairs of the concern of for a particular period or on a particular date. അപ്പം നമ്മൾ ആ പീരിയഡിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസിൻ്റെയും ട്രൂ ആൻഡ് ഫെയർ വ്യൂ കാണിച്ചിരിക്കണം, ക്ലിയർ ആയിട്ട് കാണിച്ചിരിക്കണം എന്നാണ് പറയുന്നത് കൺവെൻഷൻ ഓഫ് ഡിസ്ക്ലോഷറിൽ. നെക്സ്റ്റ് വരുന്നതാണ് മോഡിഫൈങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ദ പ്രിൻസിപ്പിൾസ് വിച്ച് ഗിവ് ഡ്യൂ കൺസിഡറേഷൻ ടു ദ യൂസേഴ്സ് ആൻഡ് വിച്ച് ആർ യൂസ്ഡ് അലോങ് വിത്ത് ദ ജനറൽ ആൻഡ് ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് അസംഷൻസ് ആർ ടേംഡ് ആസ് മോഡിഫൈങ് പ്രിൻസിപ്പിൾസ്. നമ്മൾ ഇതുവരെ പഠിച്ച അസംഷൻസ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഇല്ലേ, അതിൻ്റെ കൂടെ തന്നെ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്, കുറച്ച് റൂൾസിനാണ് നമ്മൾ മോഡിഫൈങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. The following are important among them. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് മെറ്റീരിയാലിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞു മെറ്റീരിയൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ഒക്കെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്നല്ലേ. അപ്പം അതിൻ്റെ കൂടെ തന്നെ മെറ്റീരിയാലിറ്റി പറയാണ്. ആസ് പെർ ദ പ്രിൻസിപ്പിൾസ് all material facts should be disclosed in the financial statement. അപ്പോൾ എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് ഓൾറെഡി പറഞ്ഞു. ഇതിൽ പ്രത്യേകമായിട്ട് ക്ലാരിഫൈ ചെയ്ത് പറയാണ്, എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പോൾ എന്താണ് ഈ മെറ്റീരിയൽ ഫാക്ട്സ് എന്ന് പറയുന്നത്? നാച്ചുറലി ഒരു ക്വസ്റ്റ്യൻ അറൈസസ് ആസ് ടു വാട്ട് ഈസ് മെറ്റീരിയൽ ആൻഡ് വാട്ട് ഈസ് ഇമ്മെറ്റീരിയൽ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വരും എന്തായാലും അല്ലേ, എന്താണ് മെറ്റീരിയൽ, എന്താണ് ഇമ്മെറ്റീരിയൽ? അതിന് അമേരിക്കൻ അക്കൗണ്ടൻസ് അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, an item should be regarded as material if there is reason to believe that acknowledge of it would influence the decision of informed investors. ഒരു ഇൻവെസ്റ്ററിൻ്റെ ഡിസിഷനെ എഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ മെറ്റീരിയൽ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അത് മോണിറ്ററി ആസ്പെക്റ്റിലും മെറ്റീരിയൽ ആവാം, അല്ലാതെയും മെറ്റീരിയൽ ആവാം. അപ്പോൾ ഒരാളുടെ ഡിസിഷൻ എഫക്റ്റ് ചെയ്യുമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. As such, an item, though it is of merge amount, should be included if the same influence the decision of the users. അപ്പോൾ എമൗണ്ട് കൂടുതലാവണമെന്നില്ല, പക്ഷേ ആ ഒരു ഐറ്റം, ആ ഒരു കാര്യം അവരെ ഇൻവെസ്റ്ററിൻ്റെ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് തോന്നുവാണെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് എ പീസ് ഓഫ് ഇൻഫർമേഷൻ ഈസ് sufficiently important to influence the decision making process, that can be avoided as it is immaterial. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നുവാണെങ്കിൽ, on the other hand, if a piece of information is not sufficiently important to influence the decision making processനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ആ ഫാക്ട് നമുക്ക് ഇമ്മെറ്റീരിയലായിട്ട് കൺസിഡർ ചെയ്യാം, അത് ഡിസ്ക്ലോസ് ചെയ്യണമെന്നില്ല. മറ്റേ കാര്യങ്ങൾ നമ്മൾ ഇപ്പം ഫിനാൻഷ്യൽ ആസ്പെക്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതിൽ ആ റെക്കോർഡ് ചെയ്തതിൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ക്ലാരിഫൈ ചെയ്യാനുണ്ടെങ്കിൽ അത് സ്പെഷ്യലി ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആ കാര്യം ഇൻവെസ്റ്റേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ, അവരുടെ ഡിസിഷനെ എഫക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ. നെക്സ്റ്റ് പറയുന്ന പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി ആണ്. അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി, ദ സെയിം മെത്തേഡ്സ്, പ്രാക്ടീസസ് ആൻഡ് പോളിസീസ് ഷുഡ് ബി ഫോളോഡ് ഫ്രം വൺ പീരിയഡ് ടു അനദർ. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ എല്ലാ സമയത്തും എന്ന് വെച്ചാൽ ഓരോ വർഷവും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസസ് ഫോളോ ചെയ്യാൻ പാടില്ല. അവർ ഒരേ പ്രാക്ടീസ് തന്നെ എല്ലാ വർഷവും ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വർഷം അവർ ഒരു രീതിയിൽ ചെയ്തു, അപ്പോൾ അടുത്ത വർഷം ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ പ്രോഫിറ്റിലോ അതേപോലെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ബാക്കി ബാലൻസ് ഷീറ്റിലൊക്കെ പ്രിപ്പറേഷനിലൊക്കെ വ്യത്യാസം വരുവാണെങ്കിൽ നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കമ്പയർ ചെയ്യണമെങ്കിൽ എല്ലാ
പ്രാവശ്യം ഒരേ പ്രാക്ടീസും ഒരേ മെത്തേഡും തന്നെ ഫോളോ ചെയ്യണം. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി പറയുന്നത്. നെക്സ്റ്റ് പ്രൂഡൻസ്. ദ എക്സസീവ് ഡിപ്പെൻഡൻസ് ഓൺ ദ കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം മേ ലീഡ് ടു ഒബ്ജക്ഷനബിൾ റിസൾട്ട്സ്. ഇപ്പോൾ കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റിനെ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുകയും ലോസസിനെ എല്ലാം എക്സ്പെക്റ്റ് ചെയ്യുകയും വേണമെന്നാണ്. പ്രോഫിറ്റിനെ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. പ്രോഫിറ്റ് വന്നാൽ മാത്രം നമ്മൾ വന്നെന്ന് പറയാം, പക്ഷേ ലോസ് നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ ലോസ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പ്രൊവിഷൻസ് ഒക്കെ വെക്കുന്നത്. പക്ഷെ ഓവറായിട്ട് നമ്മൾ ഈ കൺസർവേറ്റിസം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ വരാം. ഹെൻസ് ദ അക്കൗണ്ടന്റ് ഷുഡ് എക്സസൈസ് കോഷൻ ആൻഡ് ഡിസ്ക്രീഷൻ ഇൻ അപ്ലൈയിങ് അക്കൗണ്ടിങ് മെത്തേഡ്സ് ആൻഡ് പോളിസീസ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് മെത്തേഡ്സും പോളിസീസും ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവരുടെ ഡിസ്ക്രിഷൻ, അവരുടെ ബുദ്ധി ഉപയോഗിച്ച്, അവരുടെ ചിന്തകൾ ഉപയോഗിച്ച് വേണം ചെയ്യാൻ. ഹി മസ്റ്റ് നോട്ട് ഗിവ് അൺഡ്യൂ എംഫസിസ് ഓൺ ദ കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം. അതുകൊണ്ട് തന്നെ അൺഡ്യൂ ആയിട്ട് കൂടുതലായിട്ട് നമ്മൾ ഈ കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം ഫോളോ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസത്തിൻ്റെ പ്രകാരം നമ്മൾ സീക്രട്ട് റിസർവ്സ് വെക്കാൻ പാടില്ല എന്നൊക്കെയാണ്. നമ്മൾ അത്രയും ഫ്യൂച്ചറിൽ എക്സ്പാൻഷൻ ഉണ്ടെന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും നമ്മൾ റിസർവ്സ് കീപ്പ് ചെയ്യണം അല്ലേ? അങ്ങനെ പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ റിസർവ്സ് കീപ്പ് ചെയ്യാതിരിക്കണം എന്നല്ല, നമ്മൾ റിസർവ്സ് ഒക്കെ കീപ്പ് ചെയ്യണം. അതേപോലെ പ്രൊവിഷനും വെക്കണം. Next, timeliness. It states that accounting information should be made available on time. ആവശ്യം ആ സമയത്ത് തന്നെ അവൈലബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇൻഫർമേഷൻ ഡിലേഡ് ഈസ് ഇൻഫർമേഷൻ ഡിനൈഡ്. അപ്പം ലേറ്റ് ആയിട്ട് കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർഡ് ബിലേറ്റ്ലി വിൽ നോട്ട് സെർവ് എനി പർപ്പസ്. അപ്പോൾ ഈ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയില്ല, അതിൽ പ്രോഫിറ്റ് അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. എപ്പോഴാണ് ആവശ്യമുള്ളത് ആ സമയത്ത് തന്നെ നമുക്ക് അവൈലബിൾ ആയിരിക്കണം. Next is substance over form and legality. This principle states that transaction and financial events are accounted for and presented in accordance with their substance and economic reality and not merely on their legal form. ഇപ്പോൾ ലീഗൽ ആസ്പെക്റ്റ് മാത്രം നോക്കിയല്ല നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്, അതിൻ്റെ എക്കണോമിക് റിയാലിറ്റി കൂടെ നോക്കണം എന്നാണ് പറയുന്നത്. വെൻ അസറ്റ്സ് ആർ പർച്ചേസ്ഡ് ഓൺ ഹയർ പർച്ചേസ് ബേസിസ്, ദ പ്രോപ്പർട്ടി ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ബയർ ഓൺ ദ പേയ്മെന്റ് ഓഫ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഓൺലി. ഇപ്പം ഇത് നിങ്ങൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ ഹയർ പർച്ചേസൊക്കെ. അപ്പോൾ ഹയർ പർച്ചേസിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അസെറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. നമ്മളൊരു അസെറ്റ് വാങ്ങിക്കുവാണ്, അപ്പോൾ അസെറ്റ് എൻ്റെ കയ്യിൽ കിട്ടി, പക്ഷേ എനിക്ക് അതിൻ്റെ ഓണർഷിപ്പ് കിട്ടുന്നില്ല. ഓണർഷിപ്പ് എപ്പോഴാണ് കിട്ടുന്നുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് പേ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഓണർഷിപ്പ് കിട്ടുന്നുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണ് ഹയർ പർച്ചേസിൽ. അപ്പോൾ ഓണർഷിപ്പ് ഇല്ലാത്ത ആ സാധനം, ശരിക്കും ഓണർഷിപ്പിലാണ് നമ്മൾ സെയിൽ എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓണർഷിപ്പ് ഇല്ലാത്ത സാധനം ഞാൻ എൻ്റെ ബാലൻസ് ഷീറ്റിൽ എൻ്റെ അസെറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗൽ ആസ്പെക്റ്റ് മാത്രമാണ് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തില്ല എന്നുള്ളത്. ശരിക്കും ഞാൻ തന്നെയാണ് അത് യൂസ് ചെയ്യുന്നത്, ഞാൻ തന്നെയാണ് അതിൻ്റെ പൈസ. ആകെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് ഞാൻ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കുറച്ചായിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ശരിക്കും ഒരു സെയിൽ നടന്നതുപോലെ തന്നെ അവിടെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലീഗൽ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഞാൻ ഓണർ അല്ലെങ്കിലും അതിൻ്റെ എക്കണോമിക് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓണറിൻ്റെ എല്ലാ റൈറ്റ്സും യൂസ് ചെയ്യുന്നുണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ എന്നെ തന്നെ അത് ഓണറായിട്ട് കൺസിഡർ ചെയ്യണം. ദ ബയർ ഫോർ ഓൾ പ്രാക്ടിക്കൽ അപ്പോൾ ഇങ്ങനത്തെ കേസസിനാണ് നമ്മൾ സബ്സ്റ്റൻസ് ഓവർ ഫോം ഓർ ലീഗാലിറ്റി എന്ന് പറയുന്നത്. ഇതേ കാര്യം തന്നെയാണ് വരുന്നത്. നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്യണം. അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പൈസ കൊടുത്തു, പക്ഷെ അതെൻ്റെ പേരിലേക്ക് മാറ്റി കിട്ടിയില്ല. അസറ്റിന് നമ്മൾ കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ, ലീഗൽ ഫോർമാലിറ്റീസ്, അതിൻ്റെ ടൈറ്റിലൊക്കെ എൻ്റെ പേരിലേക്ക് മാറ്റി കിട്ടണം. ശരിക്കും ലീഗലി നോക്കിക്കഴിഞ്ഞാൽ ആ ടൈറ്റിലിൽ എൻ്റെ പേര് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഓണർ ആവുന്നുള്ളൂ അല്ലേ. പക്ഷേ ഫോർ എക്സാമ്പിൾ ഒരു ഓർഗനൈസേഷനിൽ ഡിസംബർ 31 ബുക്സ് ക്ലോസ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. ഡിസംബർ 30 ഞാൻ അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പൈസ കൊടുത്തിട്ടുണ്ട്. അപ്പം പൈസ കൊടുത്തതിന് ശേഷം എനിക്ക് ആ ഡിസംബർ 31 ആയിട്ടും എനിക്ക് ആ ലീഗൽ ടൈറ്റിൽ എൻ്റെ പേരായി കിട്ടിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് എൻ്റെ കയ്യിൽ കിട്ടി, പക്ഷേ എനിക്ക് അതിൻ്റെ മേലെ ടൈറ്റിലിൽ എൻ്റെ പേര് വന്നില്ല. അതിന് കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് കൂടി ബാക്കിയുണ്ട്. അപ്പം ലീഗലി നോക്കുമ്പം ഞാൻ ഓണർ അല്ല, പക്ഷേ അക്കൗണ്ടിങ് കോൺസെപ്റ്റിൽ നോക്കുമ്പോൾ ഞാൻ ആ പൈസ കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ആ അസറ്റ് ഞാൻ ഓണറായിട്ട് തന്നെ കാണിക്കാം. ഇതിലാണ് സബ്സ്റ്റൻസ് ഓവർ ഫോം ആൻഡ് ലീഗാലിറ്റി എന്ന് പറയുന്നത്. ശരിക്കും ലീഗലി ആസ്പെക്റ്റ് അങ്ങനെയാണെങ്കിലും നമ്മൾ അതിൻ്റെ എക്കണോമിക് റിയാലിറ്റി വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാനായിട്ട്. Next, variation in accounting practices. Certain industries may deviate from the gap because of the
പെക്യൂലിയാരിറ്റി ഓഫ് ഹിസ് ഓപ്പറേഷൻ ആൻഡ് പ്രാക്ടീസ്. ചില സമയത്ത് അവരുടെ പെക്യൂലിയാരിറ്റി കാരണം അവർ ഈ പ്രിൻസിപ്പിൾസ് ക്ലിയർലി ഫോളോ ചെയ്യണമെന്നില്ല. എക്സാമ്പിൾ, ബാങ്കിങ് കമ്പനീസ് ആർ ഗവേൺഡ് ബൈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, ഇൻഷുറൻസ് കമ്പനീസ് ആർ ഗവേൺഡ് ബൈ ഇൻഷുറൻസ് ആക്ട്. ദീസ് ആക്ട്സ് ഗിവ് എ സ്പെസിഫിക് ഫോർമാറ്റ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ദർ ഫൈനൽ അക്കൗണ്ട്സ്. അപ്പോൾ ബാങ്കിങ് കമ്പനീസും ഇൻഷുറൻസ് കമ്പനീസും ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവരുടെ ഫോമാറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എന്ന് വെച്ചാൽ അവരുടെ ആക്റ്റിൽ അതിൻ്റെ ഫോമാറ്റ് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഗ്യാപ് പ്രിൻസിപ്പിൾസ് അതേപോലെ ഫോളോ ചെയ്യണമെന്നില്ല. ഇപ്പം നെക്സ്റ്റ് വരുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ് ഓഫ് കമ്പാരബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കമ്പയർ ചെയ്യാൻ പറ്റണം. അത് ഒരു ഓർഗനൈസേഷൻ്റെ തന്നെ ഒരു 5-6 വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കമ്പയർ ചെയ്യാൻ പറ്റണം. അതുകൂടാതെ ആ ഓർഗനൈസേഷൻ അതേപോലെ തന്നെയുള്ള വേറൊരു ഓർഗനൈസേഷൻ്റെതുമായിട്ട് ചിലപ്പം കമ്പയർ ചെയ്യേണ്ടി വരും അല്ലേ. നമ്മുടെ കോമ്പറ്റീറ്റർ ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് കമ്പയർ ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റണമെങ്കിൽ എല്ലാവരും ഒരുപോലെ തന്നെ പ്രിപ്പയർ ചെയ്യണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വന്നിരിക്കുന്നത്. ദർ ഷുഡ് ബി സ്റ്റാൻഡർഡൈസ്ഡ് അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപോലത്തെ പോളിസീസും പ്രാക്ടീസസും ഒക്കെ ഫോളോ ചെയ്യണം. ഹൻസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ഫോർമുലേറ്റഡ് ടു മെയിൻറ്റെയിൻ യൂണിഫോമിറ്റി. ഈ യൂണിഫോമിറ്റി എല്ലാവരും ഒരുപോലെ ചെയ്യാന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഇൻ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ടു ബി ഒബ്സർവ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ത്രൂ ഔട്ട് ദ വേൾഡ് ടു മേക്ക് ദ മീനിങ്. അപ്പോൾ ലോകത്തുള്ള എല്ലാവരും ഒരുപോലെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത്. മീനിങ് ആൻഡ് ഡെഫിനേഷൻ പറയാം. An accounting standard is a selected set of accounting policies or broad guidelines regarding the principles and methods to be chosen out of several alternatives. നമുക്ക് ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. അപ്പം അതിന് ഇന്ന പെർട്ടിക്കുലർ ഓർഗനൈസേഷന് ഇന്ന രീതിയിൽ ചെയ്യണം എന്ന് പറയുന്നതാണ് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ്സ് കൺഫോം ടു ആപ്ലിക്കബിൾ ലോസ്, കസ്റ്റംസ്, യൂസേജ് ആൻഡ് ബിസിനസ് എൻവയോൺമെന്റ്. അപ്പം ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. According to TP Ghosh, accounting standards are the policy documents issued by the recognized expert accounting body relating to various aspects of measurement, treatment and disclosure of accounting transactions and events. Accounting transactions in the measurement, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ ഡിസ്ക്ലോഷർ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മൊത്തമായിട്ട് നമ്മൾ എക്സ്പേർട്ട് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സ് അല്ലെ പോളിസി ഡോക്യുമെൻസിനാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റാൻഡേർഡിൻ്റെ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കാനില്ല ഇവിടെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ തന്നെ പല ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ ഒന്നാണ് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് ഈസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ടു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, പിന്നെ ഉള്ളത് കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഇപ്പോൾ മെയിൻലി ഈ 3 ബ്രാഞ്ചസാണ് വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ് യൂസ് ചെയ്യുന്നത്. ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം അത് റെക്കോർഡ്. ഇതാണ് മെയിനായിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് ആസ് എൻ ഇൻഫർമേഷൻ സിസ്റ്റം വിച്ച് റിസീവ്സ് ഡാറ്റ, പ്രോസസ്സസ് the same and gives its output in the form of information which is useful for decision making. ഇപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെയുള്ള ഡാറ്റ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നു, അതിനെ പ്രോസസ്സ് ചെയ്യുന്നു, അതിനുശേഷം അത് ആവശ്യമുള്ള രീതിയിലേക്ക് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമുള്ള രീതിയിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് ആവശ്യമുള്ള രീതിയിൽ എന്താ പ്രസൻറ്റ് ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും അല്ലേ മെയിനായിട്ട് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് എത്ര ഉണ്ടായി, അവിടുത്തെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, ഇതൊക്കെ അറിയാൻ വേണ്ടിയാണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് അവർക്ക് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഈസ് ദ ആർട്ട് ആസ് വെൽ ആസ് ദ സയൻസ് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ. റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് വിച്ച് ആർ ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉള്ളതും മണി വാല്യൂവിൽ എക്സ്പ്രസ് ചെയ്തതുമായ ട്രാൻസാക്ഷൻസിൻ്റെ റെക്കോർഡിംഗ്, അത് റെക്കോർഡ് ചെയ്ത് വെക്കുക, അതിനെ ക്ലാസിഫൈ ചെയ്ത് വെക്കുക, എന്നിട്ട് അതിനെ സമ്മറൈസ് ചെയ്യുക. ഇതിനൊക്കെയാണ് നമ്മൾ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, അക്കൗണ്ടിംഗ് ഇസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ. ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ റെക്കോർഡും ക്ലാസിഫൈ സമ്മറൈസ് ഒക്കെ ചെയ്യുന്നത്. ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, മണിയുടെ ടേംസിൽ മാത്രം. Transactions and events which are at least of financial character ഉള്ള ട്രാൻസാക്ഷൻസ് മാത്രം. ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് thereof, അത് റെക്കോർഡ് ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, അതിനുശേഷം അതിൻ്റെ റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക. ഇതിനാണ് നമ്മൾ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ പറഞ്ഞു അവിടെയുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ജസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു അല്ലേ, മോണിറ്ററി ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇൻഫർമേഷൻ മാത്രമാണ് ഇവിടെ എടുക്കുന്നത്. കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മെറ്റീരിയൽ ഇത് പ്രൊഡ്യൂസിങ് ഓർഗനൈസേഷൻസിനാണ്, മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻസിനാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു യൂണിറ്റ് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എത്ര ചെലവ് വന്നു, അതാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് ഇസ് എ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് വിച്ച് ഈസ് കൺസേൺഡ് വിത്ത് റെക്കോർഡിംഗ് ഓഫ് ദ എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ് ഓർ റെൻഡറിങ് എ സർവീസ്. സർവീസിനായാലും പ്രോഡക്റ്റിനായാലും നമുക്ക് എത്ര ചെലവ് വന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇവിടെ. It is done in such a manner that the expenses are analyzed and classified so that the actual cost of any particular process or unit of production or service rendered can be determined with a desired level of accuracy. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം എത്ര നമുക്ക് കോസ്റ്റ് വന്നു. അപ്പോൾ എത്ര കോസ്റ്റ് വന്നു എന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് അതിൻ്റെ മേലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റിൻ്റെ മേലെ എത്ര പ്രോഫിറ്റ് വന്നു എന്ന് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ സെയിൽ ചെയ്ത വാല്യൂ നമുക്കറിയാം അല്ലെ, എത്ര പൈസക്ക് നമ്മൾ വിറ്റു. അപ്പോൾ വിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായി. പക്ഷേ ആക്ച്വലി ആ പ്രോഡക്റ്റിൻ്റെ മേലെ എത്ര പ്രോഫിറ്റ് ഉണ്ടായി എന്ന് അറിയണമെങ്കിൽ അതിന് മേലെ എത്ര ചിലവ് വന്നു നമുക്ക് കൃത്യമായിട്ട് അറിയണം. അതിനാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലുള്ള ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ അവർ കുറച്ച് ക്വാണ്ടിറ്റിയും അതും ഇതൊക്കെ അവർ വേറെ സ്റ്റോറിലുള്ള ഡാറ്റയും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ അതേപോലെ തന്നെ പാസ്റ്റ് ഡാറ്റ മാത്രമല്ല യൂസ് ചെയ്യുന്നത്, അവർ ബഡ്ജറ്റൊക്കെ സ്റ്റാൻഡേർഡ്സൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫ്യൂച്ചർ ഡാറ്റ അവർ എസ്റ്റിമേറ്റും ചെയ്യുന്നുണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ. Next, management accounting. Management accounting is a branch of accounting which is concerned with accounting information useful to management. Management accounting എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിന് ആവശ്യമായ രീതിയിൽ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ മെയിൻ പേർപ്പസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് മാനേജർക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ മാനേജറിന് ഡിസിഷൻ എടുക്കാൻ ആവശ്യമുള്ള. ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇത് മാത്രം വെച്ചിട്ട് ഒരു മാനേജർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റണമെന്നില്ല. എന്താ, അവർക്ക് അതിനകത്ത് കമ്പയർ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ സാലറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത്ര എക്സ്പെൻസ് വന്നു, ഈ വർഷം നമുക്ക് എത്ര എക്സ്പെൻസ് വന്നു. അപ്പോൾ അത് കമ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് ആ ഡാറ്റ മാറ്റി കൊടുക്കണം അല്ലേ. അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ പ്രോഫിറ്റും ഇത് മാത്രമല്ല കമ്പയർ ചെയ്യുക, അതിൻ്റെ മേലിൽ മാത്രമല്ല ഡിസിഷൻ എടുക്കുക, വേറെ കാര്യങ്ങളും കൂടി ആവശ്യമുണ്ടാവും. It provides necessary information to the management for exercising its functions such as planning, organization, directing and controlling. അപ്പോൾ ഈ എല്ലാ കാര്യത്തിനുള്ള ഡാറ്റ അവർക്ക് ആവശ്യമാണ്. Thus, the management accounting provides information to management so that the different functions of business operations can be done at an orderly manner. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന് ആവശ്യമായ രീതിയിൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള അക്കൗണ്ടിങ്ങിനാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിൽ ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതുകൂടാതെ അവർ എസ്റ്റിമേറ്റ്സും ബഡ്ജറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്. ഇപ്പോൾ ക്യാപിറ്റൽ ആൻഡ് റവന്യൂയുടെ കുറേ ഐറ്റംസ് ആണ്. ഇപ്പോൾ എക്സ്പെൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് എക്സ്പെൻസ്? ദ എമൗണ്ട് സ്പെൻഡ് ഇൻ ദ പ്രോസസ് ഓഫ് ഏർണിംഗ് റവന്യൂ ഇസ് ടേംഡ് ആസ് എക്സ്പെൻസ്. റവന്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ സെയിൽ ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ടിനാണ് റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെയിൽ ചെയ്തിട്ട് ഈ എമൗണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ചിലവായ കാര്യങ്ങളാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്തൊക്കെ വരും? വേജസ് വരും, സാലറീസ് വരും, റെന്റ്, ഇൻട്രസ്റ്റ്, ഇലക്ട്രിസിറ്റി ചാർജസ്, ഇതെല്ലാം എക്സ്പെൻസിന് എക്സാമ്പിൾ ആണ്. എന്ന് വെച്ചാൽ വേജസ് കൊടുത്താലേ നമുക്ക് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ വേജസ് ഇല്ലാതെ നമുക്ക് സെയിൽ നടക്കില്ല. അപ്പോൾ സെയിൽ നടക്കാൻ വേണ്ടി അതുവരെ എത്താൻ വേണ്ടി വന്ന എല്ലാ ചിലവും വേജസ് വരും. സാലറി കൊടുക്കണം അവിടെയുള്ള ആൾക്കാർക്ക്, പിന്നെ റെന്റ് വേണം അല്ലേ, ബിസിനസ്സിൻ്റെ റെന്റ് കൊടുക്കണം, ഇൻട്രസ്റ്റ് പേ ചെയ്യണം, നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട് അതിന് വല്ല ഇൻട്രസ്റ്റ് കൊടുക്കണം, ഇലക്ട്രിസിറ്റി ചാർജസ്, ഇതൊക്കെ എക്സ്പെൻസ് ആയിട്ട് വരും. എക്സ്പെൻസ് ബ്രിങ് ഇൻ സം ബെനിഫിറ്റ്സ് ടു ദ ഫേം. അപ്പോൾ എക്സ്പെൻസ് കാരണം നമുക്ക് കുറേ ബെനിഫിറ്റ്സ് വരുന്നുണ്ട്. വേജസ് കൊടുത്തത് കൊണ്ടാണ് ആ എംപ്ലോയീസ് അവിടെ വന്നിട്ട് നമുക്ക് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് തന്നത്. സാലറീസ് കൊടുത്തത് കൊണ്ടാണ് അവിടെ ആൾക്കാർ വന്നിട്ട് ഓഫീസിലെ ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. അപ്പം അത് അത്രയും ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. എക്സ്പെൻസ് റെഫർ ടു ഓൺലി റവന്യൂ എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഈ എക്സ്പെൻസ് നമ്മൾ പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ മാത്രമാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. റവന്യൂ കിട്ടാൻ വേണ്ടി വന്ന എക്സ്പെൻഡിച്ചർ, അതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ നമ്മൾ റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി അതിലേക്ക് വന്നിരിക്കുന്ന എക്സ്പെൻസസ് ആണ്. നെക്സ്റ്റ് റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ അമൗണ്ട്സ് ഏൺഡ് ബൈ ദ ബിസിനസ് കൺസേൺ ത്രൂ സെയിൽ ഓഫ് ഹിസ് പ്രോഡക്ട്സ് ഓർ പ്രൊവൈഡിങ്
സർവീസ് ടു കസ്റ്റമേഴ്സ്. സെയിൽ ചെയ്ത് കിട്ടിയ എമൗണ്ടിനാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. എല്ലാം സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റവന്യൂ എന്ന് പറയാൻ പറ്റില്ല. ആ ഓർഗനൈസേഷൻ്റെ മെയിൻ എന്താണ് പേർപ്പസ്, എന്ത് സെയിൽ ചെയ്യാനാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സോപ്പിൻ്റെ കമ്പനി ആണെങ്കിൽ അവരുടെ മെയിൻ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പാണ്. അവർ പഴയ മെഷീൻ ഇട്ട് കഴിഞ്ഞാൽ പഴയ മെഷീൻ സെയിൽ ചെയ്തപ്പം കിട്ടിയ പൈസയാണ് നമുക്ക് റവന്യൂ എന്ന് പറയാൻ പറ്റില്ല. സോപ്പ് സെയിൽ ചെയ്തപ്പം കിട്ടിയ മാത്രമാണ് റവന്യൂ എന്ന് പറയാൻ പറ്റുള്ളൂ. The receipt is of recurring or repetitive nature. Recurring nature ആണ്, നമുക്കത് കിട്ടിക്കൊണ്ടേയിരിക്കും അല്ലേ. The common items of revenue are sales, commission received. സെയിൽസിൻ്റെ മേലെ കിട്ടുന്ന കമ്മീഷൻ നമുക്ക് റവന്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. റെന്റ് ആൻഡ് ഇൻട്രസ്റ്റ് റിസീവ്ഡ്, അതേപോലെ റെന്റ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഒക്കെ നമുക്ക് റവന്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. വെച്ചാൽ അവരുടെ മെയിൻ പേർപ്പസ് അതാണെങ്കിൽ റെന്റ് കൊടുക്കുകയാണ് നമ്മുടെ ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിയൽ എസ്റ്റേറ്റ് ആണ്, അവർ റെന്റിന് കൊടുക്കുകയാണ് കുറേ ഫ്ലാറ്റൊക്കെ. അപ്പോൾ റെന്റ് എന്ന് പറയുന്നത് അവരുടെ റവന്യൂ ആയിട്ട് മാറും അല്ലേ. പിന്നെ ബാങ്കിനൊക്കെ ആണെങ്കിൽ ഇൻട്രസ്റ്റ് ആണ് റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ അനുസരിച്ച് ഇതൊക്കെ നമുക്ക് റവന്യൂ ആയിട്ട് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പോൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്? എനി എമൗണ്ട് സ്പെൻഡ് ഓൺ അക്വിസിഷൻ ഓഫ് ആൻ അസെറ്റ് ഓർ ഫോർ ഇൻക്രീസിങ് ദ വാല്യൂ ഓഫ് ആൻ അസെറ്റ് ഓർ ഫോർ increasing the earning capacity of the business is called capital expenditure. Capital expenditure എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അസെറ്റ് പർച്ചേസ് ചെയ്യാൻ വന്നിരിക്കുന്ന എമൗണ്ട്, അതുപോലെ ഏർണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്, അതുപോലെ ബിസിനസ്സിൻ്റെ അസെറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, ഇതിനൊക്കെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ നമുക്ക് നോക്കാം. കോസ്റ്റ് ഓഫ് ലാൻഡ് പർച്ചേസ് ചെയ്തത്, അതിൽ ബിൽഡിംഗ് പർച്ചേസ് ചെയ്തത്, മെഷീനറി, ഫേർണിച്ചർ, ഇതൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഇറ്റ് യൂഷ്വലി ഈൽഡ് ബെനിഫിറ്റ് ഫോർ എ ലോങ് പീരിയഡ്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കാരണം നമുക്ക് ലോങ് പീരീഡിലാണ് ബെനിഫിറ്റ് കിട്ടുന്നത്. നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ കാരണം നമ്മളെ സെയിൽസ് വരെയാണ് നമുക്ക് അതിന് ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ അല്ലേ. നമ്മൾ സാലറി വേജസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അത് സെയിൽ ചെയ്യുന്ന വരെ, ലോങ് പീരീഡിലല്ല, അത് സെയിൽ ചെയ്യുന്നത് വരെ. പക്ഷെ ഇതൊരു ലോങ് പീരീഡിലേക്കാണ് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എവിടെ കാണിക്കുക? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കുക. അസറ്റ് പർച്ചേസ് ചെയ്ത വാല്യൂ ആണ്, അപ്പോൾ അസറ്റ് സൈഡിലാണ് നമ്മളത് കാണിക്കുക. നെക്സ്റ്റ് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ നമ്മൾ എക്സ്പെൻഡിച്ചറിനെ നോർമൽ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു അല്ലേ. ഇറ്റ് ഈസ് ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഡ്യൂറിങ് വൺ അക്കൗണ്ടിങ് പീരിയഡ് ഫോർ വിച്ച് ദ ഫുൾ ബെനിഫിറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ഇൻ ദ സെയിം പീരിയഡ്. അപ്പോൾ സെയിം പീരിയഡിൽ തന്നെ അതിൻ്റെ ബെനിഫിറ്റ് ഒബ്റ്റെയിൻ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ റവന്യൂ എക്സ്പെൻഡിച്ചർ റെന്റ് പെയ്ഡ്, സാലറി, അഡ്വർടൈസിങ് എക്സെട്ര. അപ്പോൾ ഇതെല്ലാം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന ക്യാപിറ്റൽ ഐറ്റംസ് ആണ്. ഇത് റവന്യൂ ഐറ്റം ആയതുകൊണ്ട് നമ്മൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. ഇനി ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറയുന്നത് amount received on account of capital introduced to the business. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ കിട്ടുന്ന റെസീറ്റിനാണ് നമ്മൾ ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറയുന്നത്. അതിൽ എക്സാമ്പിൾ പറയുന്നത് സെയിൽ പ്രൊസീഡ് ഓഫ് ഫിക്സഡ് അസെറ്റ്സ്. ഫിക്സഡ് അസെറ്റ്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, അത് സെയിൽ ചെയ്താൽ കിട്ടുന്ന റെസീറ്റ്. പിന്നെ നമുക്ക് റവന്യൂ റെസീറ്റും ഉണ്ട്, ക്യാപിറ്റൽ റെസീറ്റും ഉണ്ട്. റവന്യൂ റെസീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? സെയിൽ ചെയ്താൽ കിട്ടുന്നതിന് റവന്യൂ റെസീറ്റ് എന്ന് പറയാം അല്ലേ. നമുക്ക് ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം യൂസിന് വേണ്ടി വെച്ച ഒരു ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഐറ്റം സെയിൽ ചെയ്യുമ്പം കിട്ടുന്നതാണ്. അപ്പം സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ്സ് വരും, റിസീറ്റ് ഓൺ അക്കൗണ്ട് ഓഫ് ലോൺ വരും, ലോണൊക്കെ ലോങ് പീരീഡിലാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന റെസീറ്റ് ആർ ക്യാപിറ്റൽ റെസീറ്റ്സ്. ദി റിസീപ്റ്റ്സ് ഡു നോട്ട് അഫക്ട് ദ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇത് നമുക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിനെ അഫക്റ്റ് ചെയ്യില്ല. നെക്സ്റ്റ് റവന്യൂ റെസീപ്റ്റ്സ്. amount received during the course of trading operation are called revenue receipt. ഇപ്പോൾ ട്രേഡിംഗ് ഓപ്പറേഷൻ്റെ ഇടയിൽ കിട്ടുന്നതാണ് റവന്യൂ റെസീറ്റ് എന്ന് പറയുന്നത്. റെസീറ്റ് ഫ്രം സെയിൽ ഓഫ് ഗുഡ്സ്, നമുക്ക് മെയിൻ ആയിട്ടുള്ള റവന്യൂ റെസീറ്റ് എന്ന് പറയുന്നത് റവന്യൂ ഫ്രം സെയിൽ ഓഫ് ഗുഡ്സ് ആണ്. പിന്നെ റെന്റ് റിസീവ്ഡ്, ചിലപ്പോൾ റെന്റ് റിസീവ്ഡ് വരാം, ഇൻട്രസ്റ്റ് റിസീവ്ഡ് വരാം. ഇതൊക്കെ നമ്മൾ റവന്യൂ റെസീറ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. ആർ എക്സാമ്പിൾസ് ഓഫ് റവന്യൂ റെസീവ്. ദീസ് ആർ യൂഷ്വലി ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അപ്പോൾ റവന്യൂ റെസീറ്റ്സ് ഒക്കെ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. നെക്സ്റ്റ് ക്യാപിറ്റൽ ലോസ്. Capital loss is the loss arising or raising capital for a business or loss arising on acquisition of business or on sale of fixed assets. Fixed assets സെയിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ലോസ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ആയിട്ടുള്ള ഒരു ഐറ്റത്തിൽ നിന്ന് നമുക്കുണ്ടായ ലോസ്, ഇതൊക്കെ നമുക്ക് ക്യാപിറ്റൽ ലോസ് എന്ന് പറയാം. നെക്സ്റ്റ് റവന്യൂ ലോസ് എന്ന് പറയുകയാണെങ്കിൽ റവന്യൂ ലോസ് ഇസ് ദ ലോസ് due to the day-to-day functioning of the business. It is a loss arising on purpose of earning revenue. അപ്പോൾ റവന്യൂ ഏൺ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടായ ലോസ്, നമ്മൾ സെയിൽ ചെയ്തപ്പോൾ നമുക്കുണ്ടായ ലോസ്, അതിനാണ് നമ്മൾ റവന്യൂ ലോസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് ഇസ് ദ പ്രോഫിറ്റ്
on raising capital for a business or on acquisition of business or on sale of fixed assets. ഫിക്സഡ് അസറ്റ്സ് സെയിൽ ചെയ്തപ്പോൾ നമുക്കുണ്ടായ പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് പർച്ചേസ് ചെയ്തപ്പോൾ നമുക്കുണ്ടായ പ്രോഫിറ്റ്, ഇതിനൊക്കെ നമുക്ക് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ പ്രീമിയം റിസീവ്ഡ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് എസ് എ ക്യാപിറ്റൽ പ്രോഫിറ്റ്. നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ കിട്ടിയ പ്രീമിയം, ഷെയർ എന്ന് വെച്ചാൽ ഒരു വർഷത്തേക്കുള്ളതല്ല, ലോങ് പീരീഡിലേക്കുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മേലെ ഉണ്ടായ പ്രോഫിറ്റ്, അതിൻ്റെ മേലെ ഉണ്ടായ പ്രീമിയം, അത് നമുക്ക് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. നെക്സ്റ്റ് റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റവന്യൂ പ്രോഫിറ്റ് ദ പ്രോഫിറ്റ് അറൈസിങ് ഓൺ ദ ഡേ ടു ഡേ ഫംഗ്ഷനിങ് ഓഫ് ദ ബിസിനസ്. നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഫിറ്റ്, സെയിൽ ചെയ്ത കിട്ടുന്ന എമൗണ്ടിന് നമ്മൾ റവന്യൂ റെസീറ്റ് എന്ന് പറയും, പക്ഷെ അതിന് വേണ്ട പ്രോഫിറ്റിന് നമ്മൾ റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയും. ഇറ്റ് ഈസ് ദ പ്രോഫിറ്റ് അറൈസിങ് ഇൻ ദ പ്രോസസ് ഓഫ് ഏർണിംഗ് റവന്യൂ, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഗുഡ്സ്, അതാണ് നമുക്ക് റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയാം. അത് നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണാൻ പറ്റും അല്ലേ. Next, deferred revenue expenditure. It is the expenditure of a revenue nature, the benefit for which lasts for more than one accounting year. ശരിക്കും പറഞ്ഞാൽ ഇത് റവന്യൂ എക്സ്പെൻഡിച്ചർ തന്നെയാണ്, പക്ഷെ അതിൻ്റെ എക്സ്പെൻസിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് ഒരു വർഷത്തെ കൂടുതൽ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിനെ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഇറ്റ് ഷോസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോത്ത് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻസ്. അപ്പോൾ ഇത് ക്യാപിറ്റലിൻ്റെ റവന്യൂ രണ്ടിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നുണ്ടല്ലോ. ശരിക്കും നമ്മൾ റവന്യൂ നേച്ചറാണ് സംഭവം, പക്ഷെ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് മോർ ദാൻ വൺ അക്കൗണ്ടിങ് ഇയറിൽ കിട്ടി. എക്സാമ്പിൾസ്, അഡ്വർടൈസ്മെന്റ് ഓഫ് യൂഷ്വലി ഹൈ എമൗണ്ട്, വലിയ എമൗണ്ടിലുള്ള അഡ്വർടൈസ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് നമ്മളെ റവന്യൂ നേച്ചർ ആണ് അല്ലേ, നമ്മുടെ റവന്യൂ സെയിലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അല്ലേ. നമ്മുടെ ഡേ ടു ഡേ വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മൾ സെയിലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത്. പക്ഷെ അത് വലിയ എമൗണ്ടിലാകുമ്പം ശരിക്കും അത് ഒരു വർഷത്തെ സെയിലിനെ മാത്രമല്ല എഫക്ട് ചെയ്യുന്നത്, 3-4 വർഷത്തെ സെയിലിനെ നമുക്ക് എഫക്ട് ചെയ്തെന്ന് വരും. അപ്പോൾ അത് നമുക്ക് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. കോസ്റ്റ് ഓഫ് ഷിഫ്റ്റിംഗ് ബിസിനസ് ടു എ മോർ അഡ്വാൻറ്റേജസ് ലൊക്കേഷൻ. അപ്പം ബിസിനസ് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന എന്തെങ്കിലും എമൗണ്ട്, അത് കുറച്ചൊരു അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ലൊക്കേഷനിലാണെങ്കിൽ നമുക്ക് ലോങ് ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ്, യൂഷ്വലി ഹൈ എമൗണ്ട് ഓഫ് കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ് ഓഫ് മെഷീനറി. അപ്പോൾ മെഷീനറി മെയിൻ്റനൻസിൽ വരുന്ന വലിയ ഹ്യൂജ് കോസ്റ്റ്, അപ്പോൾ നമുക്ക് ലോങ് ബെനിഫിറ്റിലേക്ക് ആ മെഷീനറിയെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, എക്സെട്ര. ഇറ്റ് ഈസ് നോട്ട് റിട്ടേൺ ഓഫ് കംപ്ലീറ്റ്ലി ടു ദ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഓഫ് ദ അക്കൗണ്ടിങ് ഇയർ ഡ്യൂറിങ് വിച്ച് ഇറ്റ് ഒക്കേഴ്സ്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ വർഷം അത് റവന്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു വർഷത്തെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കാണിക്കില്ല. അപ്പം നമുക്ക് അവിടെ ലോസ് വരും അല്ലെ, ഒരുപാട് എക്സ്പെൻസ് വരും, അപ്പം നമുക്ക് പ്രോഫിറ്റ് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് ഫ്യൂച്ചർ ഇയേഴ്സിലേക്ക് നമ്മൾ സ്പ്രെഡ് ചെയ്ത് പോകും. എന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചായിട്ട് മാത്രമേ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ടേംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. പിന്നെ അസറ്റ്, ലാബിലിറ്റി ഇങ്ങനെ എന്തൊക്കെയാണെന്നൊക്കെ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ചിരിക്കുന്നത് ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ് പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അക്കൗണ്ടിങ് ഗ്യാപ്പ് പഠിച്ചു അല്ലെ, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അതിൽ അക്കൗണ്ടിങ് അസംഷൻസ് അല്ലെ കൺവെൻഷൻസ് പഠിച്ചു, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പഠിച്ചു, മോഡിഫൈങ് പ്രിൻസിപ്പിൾസ് പഠിച്ചു, പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്നും പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം പാർട്ടും കൂടെ പഠിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടെ വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.